السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. الإرشاد إلى صحيح الاعتقاد എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ അഖീദ പഠന സെഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഭാഗം അൽ ഗുലുവു ഫി ഹഖ്ഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയുക എന്ന ഭാഗമായിരുന്നു. അത് ശിർക്കിലേക്കുള്ള മാർഗമാണ് എന്നതും നബിതങ്ങൾ അത്തരം വഴികളെ എതിർത്തതും ചില പദപ്രയോഗങ്ങൾ സയ്യിദ് എന്ന പദപ്രയോഗം പോലും നേരെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിനെപ്പോലും എതിർക്കുകയും സയ്യിദ് അള്ളാഹുവാണ് എന്ന് തിരുത്തി കൊടുക്കുകയും ചെയ്ത സംഭവമൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി 9ാമത്തെ കാര്യം അൽ ഗുലുവു ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയൽ എന്ന ഭാഗമാണ്. നബിയുടെ കാര്യത്തിൽ അതിര് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞു. മറ്റുള്ള സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ കാര്യത്തിലും അതിര് കവിയുക എന്നത് ശിർക്കിലേക്കുള്ള ഒരു മാർഗമാണ്. ഇദാ കാന ഗുലുവു ഫി ഹഖ്ഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മംനൂഅൻ, നബിതങ്ങളുടെ വിഷയത്തിൽ അതിര് കവിയാൻ പാടില്ല എന്നാണെങ്കിൽ ഫൽ ഗുലുവു ഫി ഹഖ്ഖി ഗൈരിഹി മിനസ് സ്വാലിഹീൻ മിൻ ബാബി ഔലാ, നബിതങ്ങളല്ലാത്തവരുടെ കാര്യത്തിൽ ഏതായിരുന്നാലും പാടില്ലല്ലോ. അതാണ് മിംബാബി ഔല എന്നത്. മിംബാബി ഔല എന്നുള്ളത് ഇത് പറ്റില്ലെങ്കിൽ മറ്റേതായാലും പാടില്ല എന്ന പ്രയോഗമാണ്. മിംബാബി ഔല എന്ന് പൊതുവെ ഉസൂൽ ഫിഖിലൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന വാക്കാണ് മിംബാബി ഔല. അത് ഈ അറബി ഭാഷയിൽ തന്നെ പദങ്ങളുടെ ദലാലത്ത്, പദങ്ങളുടെ അതിൻ്റെ ആശയം, അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണത്. അതായത് ഒരു സംഗതി പറഞ്ഞാൽ ഏറ്റവും ചെറിയത് പറയാം, പിന്നെ മറ്റുള്ളതൊക്കെ അതിന് മേലേക്കും. അപ്പോൾ ഈ ചെറുതന്നെ പാടില്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഏതായാലും പാടില്ല. മിസ്കാൽ ദറത്തിൻ ഖൈറൻ യറ, ഒരു അണു അളവ് ചെയ്താൽ അത് കാണും. അപ്പോൾ ഒരു പർവ്വതത്തോളം ചെയ്താലോ അതേതായാലും കാണും. അണു അളവ് കാണുമെങ്കിൽ പിന്നെ മറ്റത് കാണുമെന്ന് പറയേണ്ട ആവശ്യമില്ല. മാതാപിതാക്കളെ വിഷയം പറഞ്ഞപ്പോൾ ഉഫിൻ, ഒരു ചേ എന്ന് പറയാൻ പാടില്ല. അപ്പം ഇനി തല്ലാൻ പാടുണ്ടോ എന്ന് ചർച്ച ചെയ്യല്ലോ. അത് ഏതായിരുന്നാലും പറ്റില്ല. മിംബാബി ഔല അത് പറയേണ്ട കാര്യമില്ല. കാരണം ഇതെന്നെ പറ്റില്ല എന്നാൽ പിന്നെ ഇനി മറ്റ് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതെന്തായിരുന്നാലും പാടില്ല. അപ്പോൾ ഒരാൾക്ക് ബഹുമാനിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നബിതങ്ങളാണ്. ആ നബിതങ്ങളുടെ കാര്യത്തിൽ അതിൽ കവിയാൻ പാടില്ലെങ്കിൽ പിന്നെ അല്ലാത്തൊരു കാര്യത്തിൽ ഏതായിരുന്നാലും പാടില്ല. അതാണ് മിംബാബി ഔല. അത് എന്തായിരുന്നാലും പാടില്ലാത്ത കാര്യമാകുന്നു. ഒരു മുറാദു ബിൽ ഗുലുവി ഫി സ്വാലിഹീൻ, ഇനി എന്താണ് സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയുക എന്ന് പറഞ്ഞാൽ, സജ്ജനങ്ങളുടെ വിഷയത്തിൽ അതിര് കവിയുക എന്നതിൻ്റെ ഉദ്ദേശം റഫ്ഉഹും ഫൗഖ മൻസിലത്തിഹിം അല്ലത്തി അൻസലഹുമുല്ലാഹു ഇലാ മാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. അല്ലാഹു തആല അവർക്ക് നിശ്ചയിച്ച ഒരു സ്ഥാനമുണ്ട്, അതിനേക്കാൾ ഏറെ ഉയർത്തുക. അതാണ് ഗുലുവ് എന്നത്. അല്ലാഹു തആല നബിമാർക്കും സ്ഥാനം കൽപ്പിച്ചു, സ്വാലിഹീങ്ങൾക്കും സ്ഥാനം കൽപ്പിച്ചു, ഉലമാക്കൾക്കും സ്ഥാനം കൽപ്പിച്ചു. ആ സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അതിര് കവിയതല്ല. അതിനപ്പുറം പോവുക എന്നുള്ളതാണ് ഗുലുവ്, അതിര് കവിയുക. ഇലാ മാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്, ഏതുവരെ അല്ലാഹ്ക്കല്ലാതെ ജായിസ് അല്ലാത്തതിലേക്ക് അവർ ഉയർത്തുക. അല്ലാഹ്ക്ക് മാത്രം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ആ ലെവലിലേക്ക് ഇവരെ ഉയർത്തുക, അത് ഗുലുവിൻ്റെ ഭാഗമാണ്. മിൻ ഇസ്തിഗാസത്തി ബിഹിം ഫി ശദാഇദി, വിപരീതഘട്ടങ്ങളിൽ അവരോട് സഹായം അഭ്യർത്ഥിക്കുക, അത് അല്ലാഹുവോട് മാത്രം ചെയ്യേണ്ടതാണ്. അത് സ്വാലിഹീങ്ങളോട് ചെയ്യുക, അത് ഗുലുവാണ്. വത്തവാഫി ബി ഖുബൂരിഹിം, അവിടെ ഖബർ തവാഫ് ചെയ്യുക, അത് കഅബയിൽ പോയി ചെയ്യേണ്ടതാണ് തവാഫ്. അത് ഇവരെ ഖബറിൽ പോയി ചെയ്താൽ അത് ബഹുമാനമല്ല, അത് സ്നേഹമല്ല, അത് അല്ലാഹ് നിശ്ചയിച്ച സ്ഥാനത്തേക്കാൾ അപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോകലാണ്. അല്ലാഹുവിനെ ബഹുമാനിക്കാൻ പറഞ്ഞു, സ്നേഹിക്കാൻ പറഞ്ഞു, ഒരു ഖബർ തവാഫ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഖബർ തവാഫ് ചെയ്യുമ്പോൾ അത് അതിര് കവിഞ്ഞ വഴിയാണ്.
വത്തബറുക്കി ബിതുർബത്തിഹിം, അവിടെ മണ്ണ് കൊണ്ട് തബറുക്ക് എടുക്കുക. സ്വാലിഹീങ്ങൾ ചവിട്ടിയ മണ്ണ്, അവരിരുന്ന സ്ഥലം, അവർ കിടന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തബറുക്കിന് കൊണ്ടുപോവുക. അത് അല്ലാഹു തആല നിശ്ചയിച്ച ഒന്നല്ല. വദബിഹിൽ ഖറാബീന ലിഅദ്രിഹതിഹിം, അവിടെ ഖബറിലേക്ക് ബലി അറുക്കുക, അത് അതിന് കവിഞ്ഞ കാര്യമാണ്. ഖുർബാനുകൾ അറുക്കുക. വതലബിൽ മദദി മിൻഹും, അവരോട് സഹായം തേടുക. ഇതെല്ലാം ഉലുവിൻ്റെ ഭാഗമാകുന്നു. അപ്പം നബിയോട് ഇതൊന്നും പാടില്ലെങ്കിൽ അല്ലാത്തവരോട് ഏതായിരുന്നാലും പറഞ്ഞു. നബിയോട് അൻത സയ്യിദുനാ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അസ്സയ്യിദു ഹുവല്ലാഹ്. അപ്പം നബിയുടെ വിഷയത്തിൽ പോലും അത് അനുവദിക്കപ്പെട്ടതല്ല എങ്കിൽ പിന്നെ നബിയേക്കാൾ താഴെയുള്ളവരുടെ കാര്യത്തിൽ ഏതായിരുന്നാലും പറ്റുകയില്ല. എന്നാൽ വഖദ് അദ്ഖല ശൈത്വാനു അശ്ശിർക അലാ ഖൗമി നൂഹിൻ, പിശാച് നൂഹ് നബിയുടെ സമുദായത്തിലേക്ക് ശിർക്ക് പ്രവേശിപ്പിച്ചത് മിൻ ബാബിൽ ഗുലുവി ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യത്തിൽ അതിര് കവിയുക എന്ന ആ വഴിയിലൂടെയാണ്, ആ കവാടത്തിലൂടെയാണ് പിശാച് അവിടെ ശിർക്ക് കൊണ്ടുവന്നത്. ഫയജിബുൽ ഹദ്റു മിൻ ദാലിക, അതിൽ അക്കാര്യം ജാഗ്രത പാലിക്കൽ നിർബന്ധമാണ്. വഇൻ കാന ഖസ്ദു ഹസന, ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും. സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ ഇത്തരം കാര്യം ചെയ്യുമ്പോൾ സതുദ്ദേശമാണ്, ഇവിടെ അനധിക ഉദ്ദേശമൊന്നുമില്ല. എന്നാൽ പോലും ജാഗ്രത പാലിക്കണം. കാരണം നൂഹ് നബിയുടെ സമുദായത്തിലേക്ക് പിശാച് ശിർക്ക് കൊണ്ടുവന്നത് ഈ ഒരു കവാടത്തിലൂടെയാണ്. മഹാന്മാരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക എന്ന കവാടത്തിലൂടെയാണ് ആ കൗമിൽ പിശാച് ശിർക്കിലേക്ക് എത്തിച്ചത്. അതിനാൽ ആ വഴി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വഖദ് വഖഅ ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലും സംഭവിച്ചിട്ടുണ്ട്. മിസ്ല മാ വഖഅ ലിഖൗമി നൂഹിൻ, നൂഹ് നബിയുടെ സമുദായത്തിൽ സംഭവിച്ച എന്താണോ സമാനമായത് ഇവിടെയും സംഭവിച്ചു. ലമ്മ അദ്ഹറ ശൈത്വാനു ലികസീരിൻ മിൻ മഫ്തൂനീന അൽ ഗുലുവ വൽ ബിദ്അ ഫീ ഖാലിബി തഅലീമി സ്വാലിഹീന വമഹബ്ബതിഹിം, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക എന്നതിൻ്റെ മറവിൽ അതിര് കവിയലും ബിദ്അത്തുമായി പരീക്ഷിക്കപ്പെട്ട ധാരാളം ആളുകൾക്ക് പിശാച് അത്തരം വഴികൾ വെളിവാക്കി കൊടുക്കുക വഴി ഈ ഉമ്മത്തിലും അത്തരം ശിർക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ലിയൂഖിഅഹും ഫീമാ ഔഖഅ ബിഹി ഖൗമ നൂഹിൻ, നൂഹ് നബിയുടെ സമുദായത്തെ പിശാച് ഏതിലാണോ കൊണ്ടുപോയി ചാടിച്ചത് അതിൽ ഈ ഉമ്മത്തിനെയും കൊണ്ടുപോയി ചാടിക്കലാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ഫമാ സാല ശൈത്വാനു യൂഹി ഇലാ ഉബ്ബാദിൽ ഖുബൂർ, ഖബറുകളെ ആരാധിക്കുന്ന ആളുകളിലേക്ക് പിശാച് ഉത്ബോധനം നൽകിക്കൊണ്ടേയിരിക്കും. വയുൽഖി ഇലൈഹിം അന്നൽ ബിനാഅ വൽ ഉഖൂഫ അലാ ഖുബൂരി സ്വാലിഹീൻ യുഅദ്ദു മഹബ്ബതൻ ലഹും, പിശാച് അവർക്ക് ബോധനം നൽകും. ഇവരെ ഖബറിങ്ങൾ എടുപ്പുണ്ടാക്കലും അവിടെ ഖബറിങ്ങിൽ പോയി ഭജനമിരിക്കലുമൊക്കെ അവരോട് സ്നേഹമായി കണക്കാക്കപ്പെടും എന്ന ദുർബോധനം പിശാചാണ് ഇട്ട് കൊടുക്കുക. അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല. ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഖബറിങ്ങിൽ പോയിരുന്നോളി നബി പറഞ്ഞിട്ടില്ല. ഒരു സ്നേഹമുണ്ടെങ്കിൽ ഒരു ഖബറിങ്ങിൽ പോയി തവാഫ് ചെയ്തോളി നബി പറഞ്ഞിട്ടില്ല. അവിടെ സ്നേഹമുണ്ടെങ്കിൽ ആ ഖബറിൽ കെട്ടുയർത്തിക്കോന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ശൈത്താൻ ദുർബോധനം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു സ്നേഹമുണ്ടോ എന്നാൽ ഒരു ഖബർ ദേശം പൊന്തിക്കണം, മറ്റൊരു ഖബർ പോലെ പല ഖബറാക്കാൻ പാടില്ല. നിങ്ങൾക്ക് അവിടെ സ്നേഹമുണ്ടോ നിങ്ങൾ ആ ഖബറിങ്ങ പോയിട്ട് അവിടെ ഭജനമിരിക്കണം, അവിടെ തന്നെ കൂടണം എന്ന് പിശാച് അവർക്ക് ബോധനം നൽകുന്നു. അവരെ ഖബറിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് അള്ളാഹു ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ശൈത്താൻ അവർക്ക് വഹി നൽകുന്നു. അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചിട്ടില്ല. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലം നബി ഞങ്ങൾ പഠിപ്പിച്ചു. കഅബയുടെ സമീപത്ത്, ഇസ്മായിലിൻ്റെ ഭാഗത്ത്, അതേപോലെ കഅബയുടെ വാതിലിൻ്റെ അവിടെ, അങ്ങനെ തുടങ്ങി പ്രത്യേക സ്ഥലങ്ങളും പ്രത്യേക സമയങ്ങളുമൊക്കെ ദുആക്ക് ഇജാബത്തുള്ളത് പറഞ്ഞു. എന്നാൽ മഹാന്മാരുടെ ഖബറിൻ്റെ സമീപം ദുആ ചെയ്താൽ ഇജാബത്തുണ്ടെന്ന് നബി ഞങ്ങൾ എവിടെയും പറഞ്ഞില്ല. എന്നാൽ ശൈത്താൻ ദുർബോധനം കൊടുക്കുകയാണ്. അവിടെ പോയി ദുആന്നാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. സുമ്മ യുൻഖിലുഹും, അങ്ങനെ ഇതുപോലെ പാലിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ ആദ്യം ഇതാ കൊടുക്കുക, അല്ലാതെ ആ മഹാന ഇബാദത്തെടുത്തോന്ന് പറയില്ല. ഇതിലേക്ക് ഇവർ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ പിശാച് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. വരെ മിൻ ഹാദിഹിൽ മർത്തബ, ഈ സ്ഥാനത്ത് നിന്ന് ഇല ദുആഇ വത്തവസ്സുലി ബിഹാ, അവരെ കൊണ്ട് പ്രാർത്ഥിക്കുക, അവരെ കൊണ്ട് തവസ്സുലാക്കുക എന്നതിലേക്ക് എത്തിക്കും. അവരെ മുൻനിർത്തി അള്ളാഹ് ചോദിക്കുക, ഹക്ക് ജാഹവർക്ക് ചോദിക്കുക, നമ്മളെ നിൽക്കുന്നത് ചോദിക്കുന്നില്ല, നിൽക്കുന്നത് തേടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യായത്തിലേക്ക് പിന്നെ എത്തിക്കും.
ഫഇദാ അലഫു ദാലിക, അത് അവർ അതിലാണ് ഇണങ്ങിക്കഴിഞ്ഞാൽ നഖലഹും മിൻഹു, അവിടുന്ന് പിന്നെ അവരെ കൊണ്ടുപോകും ഇലാ ദുആഇൽ മഖബൂരീന വഇബാദത്തിഹിം വസുആലിഹിം അശ്ശഫാഅത മിൻ ദുനില്ലാഹി അസ്സ വജല്ല. പിന്നെ ഖബറാളിയോട് തന്നെ തേടുക, ഖബറാളിയോട് നേരെ ആവശ്യങ്ങൾ പറയുക, ഖബറാളിയോട് ശഫാഅത്തിന് ചോദിക്കുക എന്ന അവസ്ഥയിലേക്ക് അവരെ പിശാച് മൂന്നാമത്തെ ഘട്ടത്തിൽ കൊണ്ടുപോയി എത്തുക. ആദ്യം പോലെ ഖബർ സിയാറത്തിലാണ്, ഇതിനൊന്നല്ല. പിന്നെ അവർ ഹക്ക് ജാഹ് വർക്കത്ത് കൂട്ടും. പിന്നെ 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 അങ്ങനെ പറഞ്ഞ് അവസാനം നേരിട്ടാണ് ചോദിക്കാം, അത് അവരെന്നെ തരും, അവരോട് ചോദിച്ചാൽ മതി, അവർക്കൊരു കഴിവുണ്ട് എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിലേക്ക് അവരെ കൊണ്ടുപോയി എത്തിക്കുന്നു. ഫതുസ്ബിഹു ഖുബൂറുഹും ഔസാന, അതോടെ ആ ഖബറുകൾ വിഗ്രഹങ്ങളായി മാറുന്നു. ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഖബർ വസനാണ്, വിഗ്രഹമാണ്. മാത്രമല്ല തുഅല്ലഖു അലൈഹാ അൽ ഖനാദീൽ, പിന്നെ അവിടെ കുറേ ഈ വിളക്കുകളൊക്കെ തൂക്കിയിടപ്പെടും. വതുസ്തലു അലൈഹ സുതൂർ, അവിടെ കുറേ വിധികൾ അവിടെ പിന്നെ മറക്കപ്പെടും. വയുതാഫു ബിഹാ, അവിടെ തവാഫ് ചെയ്യപ്പെടും. വതുസ്തലമു, അവിടെ തൊട്ടുമുത്തപ്പെടും. വതുഖബ്ബലു, അവിടെ ചുംബിക്കപ്പെടും. ആ അവസ്ഥയിലേക്ക് അതിനെ മാറി. അപ്പം അത് വിഗ്രഹമായി മാറി. എന്താണോ വിഗ്രഹത്തെ സമയത്ത് പോയിട്ട് ആളുകൾ ചെയ്യുക, ആ പണിയൊക്കെ ഇവിടെയും ചെയ്യും. അവിടെ പോയി വണങ്ങുന്നു, അവിടെ പോയി പ്രദക്ഷിണം ചെയ്യുന്നു, അവിടെ പോയി തൻ്റെ ആവശ്യങ്ങൾ പറയുന്നു, അവിടെ പോയി തൊട്ടുമുത്തുന്നു. ആ പണിയൊക്കെ ഈ ഖബറിലും ചെയ്യുന്നു. അതിനാണ് വസൻ എന്ന് പറയുക. ഫഇദാ അലഫു ദാലിക, അതിനും അവർ ഇണങ്ങിക്കഴിഞ്ഞാൽ, ഇതും സാർവത്രികമായി പിന്നെ അതിൽ പ്രശ്നമില്ല, ഇത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു എങ്കിൽ നഖലഹും, പിശാച് അവിടെ നിർത്തൂല, അവിടുന്ന് പിന്നെയും അവരെ കൊണ്ടുപോകും. എങ്ങോട്ട്? ഇലാ അൻ യദ്ഉവ അന്നാസ ഇലാ ഇബാദത്തി ഹാദിഹിൽ ഖുബൂർ. ഇവർ ചെയ്യുക മാത്രമല്ല, ഇനി മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുക. ഇതിൻ്റെ മഹത്വം പറഞ്ഞ് അവിടെ പോയി പറഞ്ഞിട്ട് ഉത്തരം കിട്ടിയതും അവിടെ പോയിട്ട് കാര്യം നേടിയതും പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ കൂടി ഇതിലേക്ക് ക്ഷണിക്കുക എന്നതിലേക്ക് പിശാച് അവരെ കൊണ്ടുപോകുന്നു. അതും അംഗീകരിച്ച് ഒത്തിഹാദിഹ അഴിയാദൻ വമനാസിക, അതേപോലെ അതൊരു ഈദ്, ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റുക, ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുക എന്നതിലേക്കൊക്കെ ജനങ്ങൾ ക്ഷണിക്കുക. അതും അംഗീകരിച്ചു ഫഇദാ അലഫു ദാലിക വതഖററ ഇൻദഹും, അതും സ്ഥിരപ്പെട്ടു അംഗീകരിച്ചു കഴിഞ്ഞാൽ നിരാക്ഷേപമായി അതും അവിടെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നാട് മുഴുവൻ ആണ്ട് നേർച്ചൻ്റെ പോസ്റ്റർ വരും, അതിൻ്റെ ഫ്ലക്സ് വരും, അതിൻ്റെ പരസ്യം വരും, ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നൂല. അതൊക്കെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട കാര്യമായി മാറി. കേസെടുക്കും, അയാൾ കോടതി ഹാജരാക്കും, അയാൾ തൗബ ചെയ്യാൻ ആവശ്യപ്പെടും. ഫഇൻ താബ, അവൻ തൗബ ചെയ്താൽ ഓനെ വിടാം. വഇല്ലാ ഖുതില, ഇല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കപ്പെടാൻ മാത്രമുള്ള അപരാധമാണ്. ആ കോടതിക്ക് വേണമെങ്കിൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കാം. അത്ര വലിയ ശിർക്കും ദലാലുമാണ് അവനെ ചെയ്യുന്നത്. ഫഇന്നല്ലാഹു സുബ്ഹാനഹു വതആല, കാരണം എന്താ? അല്ലാഹു തആല ഇന്നമാ അർസല റുസുല വഅൻസല കുതുബ ലിയുഅബദ വഹ്ദഹു ലാ ശരീക ലഹു. അല്ലാഹു തആല കിതാബുകൾ ഇറക്കിയത് എന്തിനാ? റസൂലുമാരെ അയച്ചത് എന്തിനാ? അവനെ മാത്രം ആരാധിക്കുവാനാണ്. വലാ യുദ്ആ മഅഹു ഇലാഹുൻ ആഖർ, അവൻ്റെ കൂടെ മറ്റൊരാളും പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല, ഒരു ഇലാഹിനോടും ദുആ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുവാനാണ് അള്ളാഹു റസൂലുമാരെ നിയോഗിച്ചത്. അതിനാണ് ഇവിടെ കിതാബ് ഇറക്കിയത്. എന്നാൽ വല്ലദീന യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ മിസ്ലൽ മസീഹി വൽ മലായികത്തി വൽ അസ്നാമി ലം യകുനു യഅതഖിദൂന അന്നഹാ തഖ്ലുഖുൽ ഖലായിഖ ഔ തൻസിലുൽ മത്വറ ഔ തുൻബിത്തുൻ നബാത. ഈസാ നബിയെയോ മലക്കുകളെയോ വിഗ്രഹങ്ങളെയോ ആരാധിക്കുന്ന ആളുകളൊന്നും തന്നെ അവയാണ് സൃഷ്ടിക്കുന്നത് എന്നോ അവയൊക്കെയാണ് മഴ വർഷിപ്പിക്കുന്നത് എന്നോ അവരാരും വിശ്വസിച്ചിരുന്നില്ല. വഇന്നമാ കാനൂ യഅ്ബുദൂനഹും ഔ യഅ്ബുദുന ഖുബൂറഹും ഔ യഅ്ബുദുന സുവറഹും, അവരൊക്കെ ആ മഹാന്മാരെ ആരാധിച്ചു, അല്ലെങ്കിൽ ഇവിടെ ഖബറിൽ പോയി ആരാധിച്ചു, അല്ലെങ്കിൽ അവിടെ രൂപമുണ്ടാക്കി പ്രതിമയുണ്ടാക്കി ആരാധിച്ചു. എന്നിട്ടോ അവർ പറയുമായിരുന്നു മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖദ്ദിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ ന്യായം. വയഖൂലൂന, അവർ പറയുമായിരുന്നു ഹാ ഉലൈ ശുഫഅഉനാ ഇൻദല്ലാഹ്, സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത്, ഇവർ റബ്ബിന്റെ പക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്ന് പറയുമായിരുന്നു. ഫബഅസല്ലാഹു സുബ്ഹാനഹു റസൂലഹു തൻഹാ അൻ യുദ്ആ അഹദുൻ മിൻ ദൂനി, അപ്പോഴാണ് അല്ലാഹു തആല റസൂലുമാരെ അയച്ചത് ഇത് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനായി അല്ലാഹു റസൂലുമാരെ നിയോഗിച്ചത് ആ ഘട്ടത്തിലാണ്. ലാ ദുആ ഇബാദ വലാ ദുആ ഇസ്തിഗാസ, ഇബാദത്തായ ദുആയും പാടില്ല, ഇസ്തിഗാസ എന്ന ദുആയും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുവാനാണ്
അല്ലാഹു തആല റസൂലുമാരെ നിയോഗിച്ചത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു. വബിഹി യത്തളിഹു കശ്ഫു ശുബ്ഹത്തി ഹൗലാഇൽ ഖുബൂരിയീൻ അല്ലദീന യുസവ്വിഗൂന ഫിഅലഹും ഹാദാ ബിഅന്നഹും ലാ യത്തഖിദൂന ഫി ഔലിയാഇ മുശാറകത്തല്ലാഹി ഫിൽ ഖൽഖി വൽ-റിസ്ഖി വൽ-ഇഹ്യാഇ വൽ-ഇമാത. ഇത്തരം ആളുകൾ അവർ പലപ്പോഴും ന്യായമായി പറയും, ഈ മഹാന്മാരൊന്നും സൃഷ്ടിക്കുന്നുണ്ട് എന്നോ അവരൊക്കെ റിസ്ക് നൽകുന്നുവെന്നോ ജീവിപ്പിക്കുന്നുവെന്നോ മരിപ്പിക്കുന്നുവെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന പണിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ അത്തരം ന്യായങ്ങളുടെ തനിനിറം ഈ വാചകത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നു. അവരെ വിശ്വാസം എന്താണ്? അവർ പറയുന്നത് ഇവർ അള്ളാഹുവിൻ്റെയും ഞങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തികളാണ് എന്നാ പറയാം. ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നില്ല, ഇവർ നമുക്ക് പടച്ചോനടിക്കുള്ള മധ്യവർത്തികളാണ്. ഫീ ഖളാഇ ഹാജാതിഹിം വ തഫ്രീജി ഖുർബതിഹിം, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ആവശ്യങ്ങൾ സഫലീകരിക്കാൻ ഒക്കെയുള്ള മധ്യവർത്തികളാണ്, ഇടയാളന്മാരാണ് ഇവർ എന്നാണ് അവർ പറയുക. വഹിയ നഫ്സു ശുബ്ഹത്തി ലത്തി ഖാലഹാ മുശ്രിക്കു അൽ ജാഹിലിയ്യ, ഇത് തന്നെയാണ് ജാഹിലിയ്യ കാലത്തെ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായവും. കമാ ദക്കറല്ലാഹു ഫീ കിതാബിഹി വ അബ്തലഹാ, അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കി ആ ന്യായം ശരിയല്ല എന്ന് അല്ലാഹു തആല ബാത്തിലാക്കി കൊടുത്തു. അതേ വാദമാണ് ഇവിടെ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൽ വാഖിഉ അന്ന ശിർക ഹൗലാഇ മുതഅഖിരീന സാദ അലാ ശിർക്കിൽ ജാഹിലിയ്യ, യഥാർത്ഥത്തിൽ ഈ പിൽക്കാലക്കാരുടെ ശിർക്ക് ജാഹിലിയ്യ കാലത്തെ ശിർക്കിനേക്കാളും അതിൽ കവിഞ്ഞ അതിനേക്കാളും മീതെ പോയ ശിർക്കാണ്. ഫസ്വാറു യഹ്തഫൂന ബിഅസ്മാഇ ഹൗലാഇൽ അംവാതി ഫീ കുല്ലി മുനാസബ, ഇന്ന് എല്ലാ സന്ദർഭങ്ങളിലും ഈ മരിച്ചോലെ പേരാ വിളിച്ചു പറയാം. എന്ത് ഘട്ടത്തിലും അവിടെയൊക്കെ മരിച്ചോലെ പേരാണ് ഇവർ വിളിക്കുന്നത്. വലാ യദ്കുറു ഇസ്മല്ലാഹി ഇല്ലാ ഖലീലാ, അല്ലാഹുവിന്റെ നാമം വളരെ കുറച്ച് സ്മരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ കുത്തുബൈത്താണ് 1000 പ്രാവശ്യം മൊയ്തീൻ വിളിക്കുകയാണ്. അതീബും ബാരിയും മൗലൂദൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ മഹാന്മാരെങ്ങനെ 100, 200, 1000 പ്രാവശ്യം വിളിക്കുന്നു, പഠിച്ചോനെയോ വളരെ കുറച്ച് മാത്രം. അവിടെ നാവിലൂടെ എപ്പോഴും വരുന്നത് വലിയന്റെ പേരാണ്. അള്ളാന്റെ മഹത്വമല്ല അവർ പറയാം. ഓരെപ്പോഴും ഈ വലിയന്റെ മഹത്വം പറഞ്ഞ് വലിയനെ വിളിക്കാൻ പറഞ്ഞ് ആ വലിയന്റെ പേരാണ് എപ്പോഴും നാവിലൂടെ വരുന്നത്. ആദ്യകാലക്കാരോ വിപൽഘട്ടങ്ങളിലാണ് ഇവരെ വിളിച്ചത്, അല്ലാത്തപ്പോഴേക്ക് അള്ളാനെ വിളിച്ചത്. എന്ന വഹഉല ഇവർ ശിർക്കും ദായിമും ഫിർറഖാഇ വശിദ്ദ, ഇവരാകട്ടെ എല്ലാ ഘട്ടത്തിലും ഔലിയാക്കന്മാരാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. കമാ ഖാല ഇമാം മുഹമ്മദ് ഇസ്മായിൽ സ്വൻആനി റഹിമഹുല്ലാ, ഈ മിസ്റിലെ സ്വൻആയിലെ അമീറായിരുന്ന അമീർ സ്വൻആനി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇസ്മായിൽ സ്വൻആനി വലിയ ഹദീസ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. സുബ്ലുസ്സലാം എന്ന് പറയുന്ന വലിയ ഗ്രന്ഥമെഴുതിയാളാണ്. ബുലൂഗുൽ മറാമിൻ്റെ വ്യാഖ്യാനമാണ് സുബ്ലുസ്സലാം. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ബുലൂഗുൽ മറാം, അതിന് ശറഹ് എഴുതിയാൾ ആണ് സുബ്ലുസ്സലാം. അത് എഴുതിയാളാണ് അമീർ സ്വൻആനി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇസ്മായിൽ സ്വൻആനി റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, വകം ഹതഫു ഇൻദ ശദാഇദി ബിസ്മിഹാ കമാ യഹ്തിഫുൽ മുൽതർ ബിസ്സമദിൽ ഫർദി, വിപൽഘട്ടത്തിൽ അകപ്പെട്ടവൻ ഏകനായ സ്വമതായ റബ്ബിൻ്റെ പേര് ഉരുവിടുന്നത് പോലെ അവിടെ അതാ വിപൽഘട്ടങ്ങളിൽ ഇത്തരം ആളുകളുടെ പേരുകളാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബുലൂഗുൽ മറാം ഹദീസ് അടിസ്ഥാനമാക്കിയ ഫിഖ്ഹാണ്. ബുലൂഗുൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം എന്നാണ് മുഴുവൻ പേര്. അതായത് ഇബാദാത്തുകൾ, മുആമലാത്തുകൾ തുടങ്ങി നിത്യജീവിതത്തിൽ ആവശ്യമായ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ തെളിവടക്കം ഹദീസ് ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ബുലൂഗുൽ മറാം എന്നുള്ളത്. അല്ല, അങ്ങനെ ഒരു ഇതല്ല ഫിഖ്ഹിൻ്റെ ആ ശൈലിയല്ല. ഹദീസുകൾ മാത്രം പറഞ്ഞു പോവാണ്, അല്ലാതെ മറ്റ് മസല പറയില്ല. ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞു പോവുക, അതിൽ നിന്ന് ഗ്രഹിക്കാവുന്ന ചില വളരെ ചെറിയ ചെറിയ പോയിന്റ് മാത്രം എടുക്കുന്ന സൂചിപ്പിച്ച് പോകും. അല്ലാതെ ഇങ്ങനെ ഫിഖ് കിതാബുകളുടെ ആ ഒരു റൂട്ടല്ല. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്. മസ്ഖലാനി ഫിഖ്ഹിൽ ഷാഫി മദ്ഹബുകാരനാണ്. ഫയാ ഉലമാ അൽ മുസ്ലിമീൻ, മുസ്ലിം പണ്ഡിതന്മാരെ, അൻതുമുൽ മസ്ഊലൂന അൻ ഹാദിഹിൽ ഖത്ആനിൽ ളായിഅ വത്തായിഹ ഫിൽ ളലാൽ, ഈ വഴികേടിൽ കിടന്നുയരുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളാണ് ഉത്തരവാദികൾ. ലിമാദാ ലാ തുബയ്യിനൂന ലഹും ത്വരീഖൽ ഹഖ്, എന്താണ് നിങ്ങൾ ആളുകൾക്ക് ഹക്കിൻ്റെ വഴി വ്യക്തമാക്കി കൊടുക്കാത്തത്? വതൻഹൗനഹും അൻ ഹാദാ ശിർക്കിൽ അലീം,
ഈ ശിർക്കിനെ പറ്റി എന്താ നിങ്ങൾ ആളുകളെ വിരോധിക്കാത്തത്? വഅൻതും തസ്കുന മഅഹും വതുഖാലിത്തുൻ, നിങ്ങൾ അവരെ കൂടെ ജീവിക്കുകയും അവരുമായി ഇടപഴകുകയും ചെയ്യുന്നുവല്ലോ, എന്നിട്ടും എന്താണ് ഇത് പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്? ലിമാദാ ലയ്യൽതും മാ ഔജബല്ലാഹു ലക്കും മിൻ ദഅവത്തിൽ ബയാൻ, അല്ലാഹു നിങ്ങൾക്ക് വാജിബാക്കിയ ദഅവത്ത്, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക എന്ന ബാധ്യത, അത് എന്താ നിങ്ങൾ ചെയ്യാതെ പാഴാക്കുന്നത്? അല്ലാഹു പറഞ്ഞാണ് വഇദാ ഖദല്ലാഹു മീസാഖൽ ലദീന ഊതുൽ കിതാബ് ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂന, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോട് അല്ലാഹു വാങ്ങിയ കരാറാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം, മറച്ചു വെക്കാൻ പാടില്ല. ആ കരാർ എന്തുകൊണ്ട് നിങ്ങൾ പൂർത്തിയാക്കുന്നില്ല? അലൈസൽ ഉലമാഉ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളല്ലേ? വൽ അംബിയാഉ ജാഉ ബിഇൻകാരി ഹാദാ ശിർകി വജിഹാദി അഹ്ലി ഹത്താ യകുന ദീന കുല്ലുഹു ലില്ലാഹ്. എന്തിനാണ് അമ്പിയാക്കന്മാർ വന്നത്? ഈ ശിർക്ക് പാടില്ല എന്ന് പറയാൻ, ഈ ശിർക്ക് ശരിയല്ല എന്ന് പറയാനാണ്, അതിൻ്റെ ആളുകളുമായി ജിഹാദ് ചെയ്യാനാണ് പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. എന്തേ മുസ്ലിം പണ്ഡിതന്മാരെ നിങ്ങൾ ഇത് നിർവഹിക്കാത്തത്? ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ ഹമലക്കും ഹാദിൽ മസ്ഊലിയ വസയസ്അലുക്കും അൻഹാ, ഈ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ച പടച്ചറബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ കാര്യത്തിൽ നിങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. ഫഖദ് വറദ ഫിൽ ഹദീസ് സ്വഹീഹി അന്നൽ ആലിമ അല്ലദീ ലാ യഅമലു ബിഇൽമിഹി മിൻ അവ്വലി മൻ തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ. ഹദീസ് വന്നിട്ടുണ്ട്, തൻ്റെ അറിവ് പ്രകാരം അമൽ ചെയ്യാത്ത ആലിം അവനാണ് നാളെ പരലോകത്ത് ആദ്യമായി നരകത്തിലിട്ട് കത്തിക്കപ്പെടുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ഡിതന്മാരെ നിങ്ങൾ ഈ ദൗത്യം നിർവഹിക്കണേ. ഇൻ കുൻതും തറൗന ഹാദാ ശിർകൻ വതറക്തുമുൻ നാസ അലൈഹി ഫൽ അംറു ഖതീർ, ഒരുപക്ഷെ നിങ്ങൾ ഇത് ശിർക്കാണെന്ന് മനസ്സിലാക്കുന്നു, എന്നിട്ട് നിങ്ങൾ എതിർക്കുന്നില്ല. ഒന്നുകിൽ അങ്ങനെ ഉണ്ടാവാം, ഇത് ശിർക്കാണ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ആളുകൾ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിടുകയാണെങ്കിൽ ഫൽ അംറു ഖതീർ, കാര്യം അപകടമാണ്. ഇനി വഇൻ കുൻതും ലാ തറൗനഹു ശിർക, ഇത് ശിർക്ക് അല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയതെങ്കിലോ ഫൽ അംറു അശദ്ദു ഖതറ, കൂടുതൽ അപകടവുമാണ്. ഇത്ര വ്യക്തമായ ശിർക്ക് നടക്കുമ്പോൾ ഇത് ശിർക്കല്ല എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ അത് വമ്പൻ അപകടമാണ്. ശിർക്കാണ്, പക്ഷേ നമ്മൾ എതിർക്കാനൊന്നുമില്ല, ആളുകൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണെങ്കിലോ അതും അപകടമാണ്. ലിഅന്നകും ജഹിൽതും മാ ഹുവ മിൻ ഔളഹിൽ വാളിഹാത്ത്, കാരണം ഇത് ശിർക്കല്ല അറിയില്ലെങ്കിൽ പിന്നെ ഏറ്റവും സുവ്യക്തമായ കാര്യം പോലും നിങ്ങൾക്കറിയില്ല എന്നാണ് അതിനർത്ഥം. പിന്നെ എന്ത് പണ്ഡിതന്മാരാണ്? ഖുർആനും ഹദീസും ധാരാളമായി പഠിപ്പിച്ച കാര്യം അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യമാണ്? അത് പറയാൻ പറ്റുകയുമില്ല. അതിൻ്റെ ഗൗരവത്തിൽ വ്യത്യാസം ഉണ്ടാവും. രണ്ടും ശിർക്കാണ്, രണ്ടും അനുഭാവമാണ്, രണ്ടും ശിക്ഷാർഹമാണ്. പക്ഷേ ഗൗരവത്തിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാവാം, അത്രേ ഉള്ളൂ. രണ്ടും ശിർക്കാണ്, രണ്ടും അനുഭാവമായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും. അതിലങ്ങനെ ഉദരൊന്നും പറയാൻ പറ്റില്ല. അല്ലാഹു അഅലം. അല്ലാഹു അസ്ലിഹ് മുസ്ലിമീൻ വഹ്ദി ദലാലഹും ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ദുആയാണത്. ഇനി 10ാമത്തെ വസീല അത്തസ്വീറു വസീയത്തുൻ ഇല ശിർക്ക്, രൂപകൽപ്പന ചെയ്യുക, പ്രതിമയുണ്ടാക്കുക, രൂപമുണ്ടാക്കുക, ഫോട്ടോ ഉണ്ടാക്കുക, ഇതൊക്കെ ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇബാദത്തിലേക്ക് വന്ന മറ്റൊരു വഴിയാണ്. ഒന്ന് മഹാന്മാരെ അതിന് കവിയുക, മറ്റൊരു വഴിയാണ് അവരെ രൂപമുണ്ടാക്കി വെക്കുക, പ്രതിമയുണ്ടാക്കുക, അവരെ കോലം വരയ്ക്കുക, അവരെ പിന്നെ പ്രതിമയുണ്ടാക്കുക, ഇതൊക്കെ ശിർക്കിലേക്ക് എത്തിച്ച മറ്റൊരു വഴിയാണ്. വത്തസ്വീറു മഅനാഹു നഖ്ലു ശക്ലി ശൈഇ വഹൈഅതിഹി ബിവാസിതത്തി റസ്മി അവൽ ഇൽതിഖാതി ബിൽ ആലത്തി അബിൻ നഹ്തി. തസ്വീർ എന്ന വാക്കിനർത്ഥം ഒരു വസ്തുവിൻ്റെ രൂപത്തെ നഖ്ൽ ചെയ്യുക, അതിനെ കോപ്പി ചെയ്യുക. ബിവാസിതത്തി റസ്മി, ഒന്നുകിൽ വരച്ചുകൊണ്ട്, അവൽ ഇൽതിഖാതി ബിൽ ആല, അല്ലെങ്കിൽ ഉപകരണം വെച്ച് അതിനെ നേരെ എടുത്തുകൊണ്ട്, അബിൻ നഹ്തി, അല്ലെങ്കിൽ കൊത്തി ഉണ്ടാക്കിക്കൊണ്ട്. ഇതെല്ലാം തസ്വീർ എന്നതിൻ്റെ അർത്ഥത്തിൽ വരുന്ന കാര്യമാണ്. എന്നിട്ട് ആ രൂപം പിന്നെ ഒരു പലകയിലോ അതല്ലെങ്കിൽ ഒരു പിന്നെ പ്രതിമയിലോ അല്ലെങ്കിൽ ഒരു ലൗഹ ഒരു വറക്ക് ഒരു പേജിലോ ഒക്കെ അതിനെ കൊണ്ടുപോയി വെക്കുക. അതിനാണ് തസ്വീർ എന്ന് പറയുക. കോപ്പി പേസ്റ്റ്. അത് ശരിക്ക് ഒന്നേ രൂപമെടുത്ത് അതേപോലെ മറ്റൊടത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേപോലെ ഇവിടെ വരക്കുന്നു, അതേപോലെ പ്രതിമ ഉണ്ടാക്കി വെക്കുന്നു. ഇതിനെല്ലാം പറയുന്ന പേരാണ് തസ്വീർ.
وكان العلماء يتعرضون للتصوير في مواضيع العقيدة. ആദ്യകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ എടുത്ത് നോക്കിയാൽ അഖീദയുടെ വിഷയം പറയുന്നിടത്താണ് ഈ തസ്വീർ ചെയ്യുക, ഫിഖ്ഹിലല്ല. ശരിക്കും വരയ്ക്കുക എന്നുള്ളത് ഒരു കർമ്മമാണല്ലോ. പക്ഷെ അഖീദയുടെ കിതാബിലാണ് പലപ്പോഴും ഇത് ചർച്ച വന്നത്. കാരണം എന്താണ്? ലഅന്ന തസ്വീറ വസീയത്തുൻ മിൻ വസായിൽ ശിർക്കി. ഇത്തരം തസ്വീറുകൾ ശിർക്കിലേക്കുള്ള വസീലകളിൽപ്പെട്ട ഒരു വസീലയാണ്. വദ്ദിആഉൽ മുശാറകത്തി ലില്ലാഹി ബിൽ ഖൽഖി അവിൽ മുഹാബത്തി ലിദാലിക. സൃഷ്ടിപ്പിൽ പടച്ച റബ്ബിനോട് തുല്യപ്പെടുക, അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുക എന്നതുകൂടി അതിലുണ്ട്. വഅവ്വലു ശിർക്കിൻ ഹദസ ഫിൽ അർളി കാന ബിസബബി തസ്വീർ. ഭൂമിയിലുണ്ടായ ഒന്നാമത്തെ ശിർക്ക് തസ്വീർ കാരണമായിട്ടാണ്. മഹാന്മാർ രൂപമുണ്ടാക്കി വെച്ചു, അതാണ് അവർ ആരാധിക്കാൻ പിന്നീട് കാരണമായി മാറിയത്. ഹീനമാ അഖദമ ഖൗമു നൂഹിൻ ലാ തസ്വീരി സ്വാലിഹീന വനസ്ബി സുവരിഹിം അലൽ മജാലിസ്. നൂഹ് നബിയുടെ സമുദായം മഹാന്മാർ രൂപമുണ്ടാക്കി വെക്കുകയും അത് അവരുടെ മജ്ലിസുകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇതുവഴിയാണ് ഈ മനുഷ്യകുലത്തിൽ ആദ്യമായി ശിർക്ക് കടന്നു വന്നത്. وقد حذر النبي صلى الله عليه وسلم من التصوير بجميع انواعه ونهى عنه. തസ്വീറിന്റെ എല്ലാ ഇനങ്ങളും നബി ഞങ്ങളെ വിരോധിച്ചു, അത് താക്കീത് ചെയ്യുകയും ചെയ്തു. വതവഅദ മൻ ഫഅലഹു ബിഅശദ്ദിൽ വഈദ്. അത് ചെയ്യുന്നവനെ അതികഠിനമായ താക്കീത് നബി ഞങ്ങൾ നൽകി. വഅമറ ബിതംസി സുവരി വതഗ്യീരിഹ. അത്തരം രൂപങ്ങളെ തുടച്ചു മാറ്റാൻ, അത് ഒഴിവാക്കാൻ നബി ഞങ്ങൾ കൽപ്പിച്ചു. لأن التصوير فيه ملاحات لخلق الله عز وجل. കാരണം ഈ തസ്വീർ എന്നുള്ളത് സൃഷ്ടിപ്പിൽ പടച്ച റബ്ബിനോട് തുല്യപ്പെടാൻ ശ്രമമാണ്. അള്ളയാണ് സൃഷ്ടിക്കുന്നവൻ, അള്ളയാണ് രൂപകൽപ്പന ചെയ്യുന്നവൻ. ആ പണി നമ്മളെടുത്ത് നോക്കുകയാണ്. അപ്പം പടച്ച റബ്ബിനോട് ഒരു തുല്യപ്പെടുക എന്ന ഒരു വശം അതിൽ വരുന്നുണ്ട്. ഫഹാദൽ ഇൻസാനുൽ മുസവ്വിറു യുഹാബിലു അൻ യുലാഹി അല്ലാഹു അസ്സ വജല്ല ഫീമൻ ഫറദ ബിഹി മിൻ ഖൽഖ്. ഈ രൂപമുണ്ടാക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഖൽഖ്, അള്ളാഹ്ക്ക് മാത്രമുള്ള ഖൽഖ് എന്നതിൽ അള്ളാഹിനോട് തുല്യപ്പെടാൻ അവൻ പരിശ്രമിക്കുന്നു. അതോടൊപ്പം ഇത് ശിർക്കിലേക്കുള്ള വസീലയുമാണ്. ഭൂമിയിൽ ഒന്നാമത്തെ ശിർക്ക് തസ്വീർ കാരണമായിട്ടാണ്. ലമ്മാ സയ്യന ശൈത്വാൻ ലിഖൗമി നൂഹിൻ തസ്വീറ സ്വാലിഹീൻ വനസ്ബി സുവരിഹിം അലൽ മജാലിസ് ലിഅജ്ലി തദക്കുരി അഹ്വാലിഹിം. സ്വാലിഹീങ്ങളുടെ പ്രതിമയുണ്ടാക്കാനും അത് സദസ്സുകളിൽ സ്ഥാപിക്കുവാനും അവരെ ഓർക്കാൻ നല്ലതാണ് എന്നും പറഞ്ഞുകൊണ്ട് പിശാച് അവരിൽ കൊണ്ടുവന്നു. അത് വൽഇഖ്തിദാഇ ഫിൽ ഇബാദ. ആ രൂപമുണ്ടായാൽ ഇബാദത്തുകളിൽ അവരെ നമുക്ക് മാതൃകയാക്കാം എന്ന് പിശാച് പറഞ്ഞു. ഹത്താ ആദൽ അംറു ഇലാ ഇബാദത്തിൽ കസ്സുവാർ. അവസാനം കാര്യം ചെന്നെത്തിയത് ആ രൂപങ്ങളെ തന്നെ ആരാധിക്കുന്നതിലേക്കാണ്. വഅ്തിഖാദി അൻഹാ തൻഫഉ വതദുറു മിൻ ദൂനില്ലാഹ്. ഇവ തന്നെ ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും പടച്ച റബ്ബിന് പുറമെ എന്ന വിശ്വാസത്തിലേക്ക് അതവരെത്തിച്ചു. ഫത്തസ്വീറു ഹുനാ മൻശഉൽ വസനിയ്യ. അതിനാൽ തസ്വീർ എന്നുള്ളത് വസനീയത്തിൻ്റെ, വിഗ്രഹാരാധനയുടെ തുടക്കമാണ്, ഉത്ഭവമാണ്. ലഅന്ന തസ്വീർ മഖ്ലൂഖി തഅലീമുല്ല. ഒരു സൃഷ്ടിയെ രൂപമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടിയെ ബഹുമാനിക്കലാണ്. ഒരുപാട് മനുഷ്യന്മാരില്ലേ, ഓരാരും പ്രതിമല്ല, ഒറ്റപ്പെട്ട ചില മനുഷ്യന്മാരെ പ്രതിമ മാത്രം. ഓൾക്ക് എന്തോ ഒരു മഹത്വമുണ്ട്, അല്ലെങ്കിൽ ഇപ്പം എല്ലാതും ഉണ്ടാക്കണ്ടേ. ഇവിടെ എത്ര മനുഷ്യന്മാർ ജീവിച്ചു പോയി, പക്ഷേ ചില ആളുകൾ മാത്രം പ്രതിമകൾ കാണാൻ സ്ഥാപിക്കപ്പെട്ടത്. അപ്പം അവരെങ്ങനെ മറക്കാൻ പറ്റുന്നതല്ല. ഓലെന്നും എന്നും സ്മരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നാണ് അതിൻ്റെ ആശയം. ഖുസൂസൻ ഇദാ കാന മുസവ്വറു ലഹു ശഅ്നുൻ മിൻ സൽതത്തിൻ ഔ ഇൽമിൻ ഔ സ്വലാഹി. വിശിഷ്യ അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ആ വ്യക്തി, അയാൾ പ്രത്യേക അറിവുള്ള ആളാണ്, സ്വാലിഹായ ആളാണ്, പ്രത്യേക അധികാരമുള്ള ആളായിരുന്നു എങ്കിൽ വിശേഷിച്ചും അത് ആരാധിക്കപ്പെടാൻ നിമിത്തമാകും. ഒന്നുമില്ലാത്ത ഒരാളെ ഫോട്ടോ ഉണ്ടാക്കിക്കൂതല്ലോ, ഒന്നുമില്ലാത്ത ഒരാളെ ഫോട്ടോ പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും പ്രത്യേകത, ഒന്നിൽ കാര്യപ്പെട്ട വലിയ നേതാവ്, അല്ലെങ്കിൽ വലിയ കാര്യപ്പെട്ട പണ്ഡിതന്, അല്ലെങ്കിൽ കാര്യപ്പെട്ട സ്വാലിഹായ മനുഷ്യൻ, അതിനൊക്കെ പേരിലാണ് പലപ്പോഴും രൂപങ്ങൾ ഉണ്ടാക്കപ്പെടുക. വഖുസൂസൻ ഇദാ ഉള്ളിമത് സൂറത്തു ബിനസ്ബിഹാ അലാ ഹായിത്തിൻ ഔ ഇഖാമത്തിഹാ ഫീ ശാരിഇൻ ഔ മൈദാൻ. വിശിഷ്യ ആ രൂപങ്ങൾ പ്രത്യേകമായ ചുമരുകളിൽ സ്ഥാപിക്കപ്പെടുക, അല്ലെങ്കിൽ റോഡുകളിൽ വലിയ കട്ടൗട്ടായി വെക്കുക, വലിയ മൈതാനങ്ങളിൽ സ്ഥാപിക്കുക, അങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ചും ഒരു ആദരവതിനോട് വരും. فإن ذلك يؤدي إلى التعلق بها من الجهال وأهل الضلال ولو بعد حين. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിവരമില്ലാത്ത ആളുകൾ,
വഴിപിഴച്ച ആളുകൾ, അവർക്ക് അതിനോട് എന്തോ ഒരു ബന്ധം മാനസികമായി ഉണ്ടാകും. ഇപ്പോഴില്ലെങ്കിൽ ഒരു ബൈദഹീൻ, കുറച്ച് കാലം കഴിഞ്ഞാലെങ്കിലും ഇതിങ്ങനെ ഒരു മനസ്സിൽ പ്രത്യേക സ്ഥാനം പിടിക്കും. ثم هذا أيضا فيه فتح باب لنسب الأصنام والتماثيل التي تعبد من دون الله. മാത്രമല്ല പ്രതിമകളെ സ്ഥാപിക്കുക എന്നതിലേക്ക് കൂടി ഇത് പിന്നീട് എത്തിക്കും. ഇപ്പം വരേണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വലിയ പ്രതിമ, പിന്നെ അതിനു വേണ്ടി കോടികൾ ചെലവഴിച്ച് എല്ലാവർക്കും വന്ന് കാണാവുന്ന ഒരു സ്ഥലത്ത് വലിയ പ്രതിമകളായി സ്ഥാപിച്ച് അവിടേക്ക് ആളുകൾ വരിക, അവിടെ വന്ന് പൂജിക്കുക, അവിടെ വന്ന് ആരാധിക്കുക എന്നതിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഇത്തരം വിഗ്രഹാരാധനയുടെ അടിസ്ഥാനം രൂപനിർമ്മാണങ്ങളാണ്. ഈ വിഷയത്തിൽ വന്ന കുറച്ച് ഹദീസുകൾ ഞാൻ ശേഷം പറയാം. ഈ തസ്വീർ പാടില്ല എന്ന് പറയുന്ന ഹദീസുകൾ. ഒന്ന്, അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അത്തരം ഹദീസിന് എന്ത് പറയും? ഖുദ്സിയ ഹദീസ്. അല്ലാഹ് പറഞ്ഞിരിക്കുന്നു എന്ത്? വമൻ അല്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു കഖൽഖി, ഞാൻ സൃഷ്ടിക്കും പോലെ സൃഷ്ടിക്കാൻ തുനിയുന്നവനേക്കാളും ഒരു അക്രമി മറ്റാരാണുള്ളത്. ഫൽയഖ്ലുഖു ദർറ ഔ ലിയഖ്ലുഖു ഹബ്ബ ഔ ലിയഖ്ലുഖു ശഈറ, അവർ ഒരു അണുവിനെങ്കിലും സൃഷ്ടിക്കട്ടെ എങ്കിൽ, അങ്ങനെ കഴിവുള്ളവരാണെങ്കിൽ അവൻ പടക്കട്ടെ, ഒരു അണുവെങ്കിലും, ഒരു ധാന്യമെങ്കിലും, ഒരു മുടിയെങ്കിലും അവൻ പടക്കട്ടെ. അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ പടക്കും പോലെ അവൻ പടക്കാൻ നോക്കുകയാണോ, എന്നാൽ അങ്ങനെ പറ്റുമെങ്കിൽ അവൻ സൃഷ്ടിക്കട്ടെ, ഒരു ധാന്യമണിയെങ്കിലും, ഒരു മുടിയെങ്കിലും അവൻ സൃഷ്ടിക്കട്ടെ. അത് കഴിയുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അതെ അല്ല, ആ ഫോട്ടോ വരും, ഒക്കെ വരും. ഇതിന് എല്ലാ സംഗതി വരും, ഇതിന് ഒഴിവാക്കാൻ വകുപ്പൊന്നുമില്ല. നമ്മൾ കുറെ എടുക്കേണ്ടി വിചാരിച്ചാണ്ട് അന്നിപ്പോൾ അതാണല്ലോ. ഇങ്ങനെ മുസവ്വിർ, ഈ രൂപകൽപ്പന ചെയ്യുന്നവനേക്കാളും വലിയ ളാലിം മറ്റാരുമില്ല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. ലിഅന്നഹു ലമ്മാ സവ്വറ സൂറത ലാ ശക്രി മാ ഖലഖഹു അല്ലാഹ് മിൻ ഇൻസാനിൻ ഔ ബഹീമത്തിൻ ഔ ഗൈരിഹിമാ മിൻ ദവാത്തിൽ അർവാഹ്, മനുഷ്യൻ്റെ രൂപങ്ങൾ, ജീവികളുടെ രൂപങ്ങൾ, അല്ലാത്ത രൂപങ്ങൾ, ഏതാവട്ടെ ജീവനുള്ള ഏതിൻ്റെതാണെങ്കിലും ശരി, സ്വാറ മുലാഹിയൻ ലിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് അവൻ തുല്യപ്പെടുകയാണ്. അല്ലദീ ഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ, അല്ലാഹുവാണ് എല്ലാത്തിൻ്റെയും ഖാലിഖ്, അവൻ എല്ലാത്തിനും റബ്ബ്. വഹുവ ലദീ സവ്വറ ജമീഅൽ മഖ്ലൂഖാത്ത്, എല്ലാ സൃഷ്ടികളെയും രൂപകൽപ്പന ചെയ്ത അല്ലാഹു തആലയാണ്. വജഅല ഫീഹിൽ അർവാഹ അല്ലതി തഹ്സു ബിഹാ ഹയാതുഹാ, എല്ലാത്തിനും റൂഹ് നൽകിയതും അല്ലാഹു തആലയാണ്. കമാ ഖാല തആല ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് വസവ്വറകും ഫഹ്സന സുവറകും, അവനാണ് സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല, അവനാണ് രൂപകൽപ്പന ചെയ്തത്, നിങ്ങൾ രൂപം ഏറ്റവും നന്നാക്കിയവനും അല്ലാഹു തആലയാകുന്നു. വഖാല തആല ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അല്ലാഹയാണ് ഖാലിഖ് സൃഷ്ടാവ്, ബാരി സൃഷ്ടാവ്, അൽ മുസവ്വിർ രൂപകൽപ്പന ചെയ്യുന്നവൻ. അപ്പം അല്ലാഹ് മുസവ്വിറാണ്. അവിടെ ഭാരതത്തിൽ രൂപകൽപ്പന ഒക്കെ നോക്കുമ്പോൾ അല്ലാഹ് എടുക്കുന്ന പണി ഞാൻ നിർത്തോക്കട്ടെ എന്നൊരു മനസ്സതിനുള്ളിൽ ഉണ്ട് എന്നാണ്. ബാരി സൃഷ്ടാവ് ഖാലിഖ്. ثم إن الله تعالى تحدى هؤلاء المصورين الذين يحاولون ملاحظة خلقه أن يوجدوا في تلك الصور التي صوروها أرواحا تحيا بها كما في المخلوق الذي صوروا. അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്, എന്നാൽ നിങ്ങൾ വലിച്ചുണ്ടാക്കിയതിന് നിങ്ങൾ ഒരു ജീവൻ നൽകൂ പറ്റുമെങ്കിൽ. അല്ലാഹു തആല അവരെ വെല്ലുവിളിക്കുന്നു. വഹാദാ ബയാനു ലിഅജ്സിഹിം വഫശ്ലിഹിം ഫീ മുഹാബറതിഹിം, അവർക്കൊന്നും കഴിയില്ല എന്നും അവരാ പരിശ്രമമൊക്കെ വൃഥാവിലാണ് എന്നും അല്ലാഹ് ബോധ്യപ്പെടുത്തുകയാണ്. വകമാ അന്നഹും ആജിസുൻ ഈജാദി ഹയവാനിൻ ദീ റൂഹിൻ ഫഹും ആജിസുൻ അൻ ഈജാദി സമരി വൽ ഹബ്ബി ഫൽയഖ്ലുഖു ഹബ്ബ, ജീവനുള്ളത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ജീവനില്ലാത്ത പഴങ്ങൾ പോലും ഉണ്ടാക്കാൻ ഒരു കഴിയൂല. ഒരു ധാന്യമണി അല്ലോ ഇവിടെ ഹദീസ് പറഞ്ഞല്ലോ, ഒരു ധാന്യം ഉണ്ടാക്കട്ടെ, ഒരു മുടി ഉണ്ടാക്കട്ടെ എന്ന്. അപ്പൊ ജീവനെ പറ്റില്ല എന്ന് മാത്രമല്ല, ജീവൻ ഇല്ലാത്തതിനെയും സൃഷ്ടിച്ചെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. പിന്നെ ഓൻ വെറുതെ ആ പണിക്ക് പോകണ്ടെന്നാണ്. അപ്പൊ അള്ളാഹിനോട് തുല്യപ്പെടുക എന്ന ഒരു വശം അതിലുണ്ട്. അതുകൊണ്ട് അള്ളാഹ് അത്രയും ഗൗരവമായി അത് പാടില്ല എന്ന് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ രണ്ട് ഉറവൽ ബുഖാരിയും മുസ്ലിമുൻ
عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال أشد الناس عذابا يوم القيامة الذين يضاهون بخلق الله. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് തുല്യപ്പെടുന്നവരാണ് നാളെ പരലോകത്ത് ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നവർ എന്ന് നബി തങ്ങൾ പറഞ്ഞുവെന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഫഹാദാ ഇഖ്ബാറും മിൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിദ്ദത്തി അദാബിൽ മുസവ്വിരീന യൗമൽ ഖിയാമ വസൂഇ ആഖിബതിഹിം. ഇങ്ങനെ രൂപമുണ്ടാക്കുന്ന ആളുകൾക്ക് അവരുടെ ദുരന്തം, അവരുടെ ചീത്ത പര്യവസാനം, പരലോകത്ത് അവർക്ക് അനുഭവിക്കാവുന്ന ശിക്ഷ, അതാണ് ഈ ഹദീസ് പറയുന്നത്. വൈൻ ആഷു ഫി ഹാദിഹി ദുനിയാ സാലിമീൻ, ദുനിയാവിൽ ഒരു പക്ഷേ ഒരു നല്ല സുരക്ഷിതരായി ജീവിച്ചിരിക്കുന്നുണ്ടാവും. വസുമ്മു ഫന്നാനീൻ, അവർക്ക് പേരും കിട്ടും ആർട്ടിസ്റ്റുകൾ എന്ന്. അതാ വലിയ ഭയങ്കര വരക്കനാണ്, ഭയങ്കര കലാകാരനാണ് എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടാകും ദുനിയാവെന്ന്. ഒരുപാട് പ്രോത്സാഹനങ്ങൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടാകും. ഫഇന്നലഹും മസീറൻ യൻതലിറുഹും ഇദാ ലം യതൂബു, തൗബ ചെയ്തില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് വല്ലാത്തൊരു പതനസ്ഥലമാവുന്നു. ലിഅന്നഹും ബിഅമലിഹിം ഹാദാ യുദാഹൂന ബിഖൽഖില്ലാഹ്, ഈ പ്രവൃത്തിയിലൂടെ പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെടാനാണ് അവർ നോക്കുന്നത്. അയ്യുശാബിഹൂന ബിമാ യസ്നഊനഹു മിനസ്സുവരി മാ സനഅഹു അല്ലാഹു മിനൽ ഖൽഖി വതഫറദ ബിഹി വഹുവൽ ഖല്ലാഖുൽ അലീം. ഖല്ലാഖുൽ അലീമായ പടച്ച റബ്ബ് ചെയ്ത പണിയോട് സാദൃശ്യപ്പെടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാഹ് പറഞ്ഞു, അം ജഅലു ലില്ലാഹി ശുറകാഅ ഖലഖൂ കഖൽഖിഹി, അല്ലാഹ് സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന വല്ല പങ്കുകാരുമായുമാണോ അവരുണ്ടാക്കിയിരിക്കുന്നത്. ഫതശാബഹൽ ഖൽഖു അലൈഹിം ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പും ഇവരുടെ സൃഷ്ടിപ്പും കൂടി തുല്യമായിരിക്കുകയാണോ എങ്കിൽ നബിയെ പറഞ്ഞേക്കുക, അല്ലാഹുവാണ് ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിനെയും ഖാലിഖ് അല്ലാഹുവാണ്. വഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ ഏകനാണ്, അടക്കി ഭരിക്കുന്നവനാണ് എന്ന് പറയൂ നബിയെ എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. ഖാല ഇമാം നബവി റഹിമഹുല്ലാഹ് ഫീ ഹാദിൽ ഹദീസ്, ഈ ഹദീസിനെ പറ്റി ഇമാം നബവി പറഞ്ഞൊരു വാചകം, ഖീല, ഇമാം നബവി പറയുന്നു, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഹാദാ മഹ്മൂദ്, ഇപ്പറഞ്ഞ ഹദീസുകളൊക്കെ നാം ചുമത്തണം. അലാ സ്വാനിഇ സൂറത്തി ലിതുഅബദ, ആരാധിക്കപ്പെടാൻ വേണ്ടി രൂപമുണ്ടാക്കുന്നവനെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് വെക്കുകയാണ് വേണ്ടത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. പടച്ച റബ്ബിനെ പുറമെ ആരാധിക്കപ്പെടാൻ വേണ്ടി രൂപമുണ്ടാക്കുന്നവൻ, അത് വരച്ചാലും അത് ചിത്രമെടുത്താലും അത് ഫോട്ടോ എടുത്താലും ഏതായാലും ശരി, ആരാധിക്കപ്പെടാൻ വേണ്ടിയാണോ വരയ്ക്കുന്നത്? ഒരു ആരാധന ഫോട്ടോ വരച്ചു കൊടുക്കുക, ഒരു ആരാധന നല്ല ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ വേണ്ടി രൂപമുണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഈ ഹദീസ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബവി പറഞ്ഞിട്ടുണ്ട്. വഹുവ, അതായത് സ്വാനിഉൽ അസ്നാമി വനഹവിഹ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവൻ, അതുപോലെ ഉണ്ടാക്കുന്നവൻ, ഫഹാദ കാഫിർ വഹുവ അശദ്ദുന്നാസി അദാബ, അവൻ കഠിനമായ ശിക്ഷയുള്ളവനാണ്. വഖീല, ഇനി മറ്റൊരു അഭിപ്രായം പറയപ്പെട്ടു, ഹുവ ഫീമൻ ഖസദ ഹാദൽ മഅന അല്ലദീ ഫിൽ ഹദീസി മിൻ മുലാഹാത്തിഹി ഖൽഖഹു. മറ്റൊരു അഭിപ്രായം പറഞ്ഞത് ഈ ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയവയാണ്. ഏത്? പടച്ച റബ്ബിനോട് തുല്യപ്പെടുക എന്ന ഉദ്ദേശത്തിൽ, അള്ളാഹ്ക്ക് മാത്രം നല്ല രൂപം ഉണ്ടാക്കാൻ പറ്റുക, എനിക്കും പറ്റും എന്ന മനസ്സോടെ ഉണ്ടാക്കിയവനെ പറ്റിയാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വഅതഖദ ദാലിക, ആ വിശ്വാസവും ഉണ്ടെങ്കിൽ, ഫഹാദ കാഫിറുൻ അയ്ള വലഹു മിൻ ശിദ്ദത്തിൽ അദാബി മാദിൽ കാഫിർ. അത് പദം ഇതിനൊക്കെ പറ്റും, പദത്തിൽ ഇതെല്ലാം പെടും. എന്നാൽ കഠിനമായ ശിക്ഷയുണ്ട്, അള്ളാഹുവിനോട് തുല്യപ്പെടുന്നവനാണ്, അല്ലാഹ് വെല്ലുവിളിച്ചു. ഇതൊക്കെ ആരെയാണ്? ഇബാദത്തിന് വേണ്ടി രൂപങ്ങൾ ഉണ്ടാക്കിയവരാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. ഫഅമ്മാ മൻ ലം യഖ്സുദ് ബിഹാ അൽ ഇബാദത്ത് വൽ മുലാഹാത്ത്, ഇനി ഈ ഉദ്ദേശമൊന്നുമില്ല, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ല, പഠിച്ചോടത്തോട് തുല്യപ്പെടാൻ വേണ്ടിയല്ല, ആ ഉദ്ദേശമൊന്നും ഇല്ലാതെയാണെങ്കിൽ, ആരാധിക്കപ്പെടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹുവിനോട് കിടപിടിക്കാനും ഉദ്ദേശമില്ല, ആ ഉദ്ദേശമൊന്നും ഇല്ലാതെയാണ് ഈ രൂപം ഉണ്ടാക്കുന്നത് എങ്കിൽ ഫഹുവ ഫാസിഖുൻ, അവൻ ഫാസിഖാണ്. സ്വാഹിബു ദംബിൻ കബീർ, വൻപാപം ചെയ്തവനാണ്. ലാ യക്ഫുർ, കാഫിറാന്ന് പറയണ്ടെന്നുള്ളൂ എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സമാധാനിക്കാൻ വകുപ്പൊന്നുമില്ല. ഖാല ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ്, അബ്ദുറഹ്മാൻ ഹസൻ പറയുന്നു, വഇദാ കാന ഹാദാ ഫീമൻ സവ്വറ ലി സൂറത്തൻ അലാ മിസാലി മാ ഖലഖല്ലാഹു മിൻ ഹയവാൻ,
അള്ള സൃഷ്ടിച്ച രൂപം പോലെ രൂപമുണ്ടാക്കുന്നവനെ പറ്റി ഇത് പറഞ്ഞെങ്കിൽ ഫകൈഫ ബിമൻ സവ്വൽ മഖ്ലൂഖ ബിറബ്ബിൽ ആലമീൻ, എങ്കിൽ സൃഷ്ടികളെ അള്ളാഹിനോട് തുല്യപ്പെടുത്തുന്നതിനെ പറ്റി ഞാൻ എന്താ പറയാന്ന്? അള്ള ഉണ്ടാക്കിയ രൂപം പോലെ രൂപം വരച്ചപ്പോൾ അതൊക്കെ പറഞ്ഞത്. അപ്പം പിന്നെ ഈ സൃഷ്ടാവിനെ പോലെ ആക്കിയാൽ പിന്നെ എന്താണ് അവൻ്റെ അവസ്ഥ? അതിന് ഓരോ ഇബാദത്തും സമർപ്പിച്ചുവെങ്കിൽ അവനെക്കുറിച്ച് പിന്നെ എന്തായിരിക്കും പറയുക? മൂന്നാമത്തെ ഹദീസ് വറവൽ ബുഖാരി വമുസ്ലിം റഹിമഹുമുല്ലാഹ്, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി ഞങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, എല്ലാ മുസവ്വിറും നരകത്തിലാകുന്നു. യുജ്അലു ലഹു ബികുല്ലി സൂറത്തിൻ സവ്വറഹാ നഫ്സുൻ യുഅല്ലു ബിഹാ ഫീ ജഹന്നമ, അവൻ ഉണ്ടാക്കിയ ഓരോ രൂപത്തിലും അവനൊരു നഫ്സിനെ അല്ലാഹു തആല സൃഷ്ടിക്കും പരലോകത്ത്. അത് വെച്ച് ഇവനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഓൻ എന്താണോ രൂപം ഉണ്ടാക്കിയത്, ഏതാണോ വരച്ചുണ്ടാക്കിയത്, അതിനെ ഒരു നഫ്സായി അള്ളാഹു സൃഷ്ടിച്ചിട്ട് അത് വെച്ച് ഇവനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അത് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പൊതുവെ തത്വമാണ്. എന്ത് അമലാണോ ചെയ്തത് സമാനമായ ശിക്ഷ കൊടുക്കുന്നു. ആ ബാബിലാണ് ഇത് വരിക. വമഅനാഹു, ഈ ഹദീസിനർത്ഥം അന്നഹു ഫി യൗമിൽ ഖിയാമത്തി തുഹ്ളറു ജമീഉ സുവർ അല്ലത്തി സവ്വറഹാ ഫി ദുനിയ, ദുനിയാവിൽ അവൻ രൂപപ്പെടുത്തിയ എല്ലാ രൂപങ്ങളും ഹാജരാക്കപ്പെടും. വയുജഅലു ഫീ കുല്ലി വാഹിദ് മിൻ നഫ്സുൻ, ആ ഓരോന്നിനും അല്ലാഹു തആല നഫ്സ് കൊടുക്കും. യുഅല്ലു ബിഹാ ഫീ ജഹന്നം, അത് വെച്ച് ഇവനെ നരകത്തിൽ സൂക്ഷിക്കും. ഖല്ലത്തി സുവറു അം കസ്റത്ത്, ആ രൂപങ്ങൾ കുറച്ചാണെങ്കിലും ശരി കൂടുതലാണെങ്കിലും ശരി, ഫയുഖാസ അദാബുഹാ ബിഹൈസ് യുകവ്വന മിൻ കുല്ലി സുഖിൻ ശഖ്സുൻ യുഅല്ലു ബിഹി ഫീ ജഹന്നം, ഓൻ്റെ എല്ലാ ചിത്രത്തിനും ഓൻ്റെ പ്രതിമക്കും ഓണ്ടാക്കിയ രൂപങ്ങൾക്കുമെല്ലാം ഓരോ നഫ്സ് ഉണ്ടാക്കുന്നു. ആ നഫ്സ് കൊണ്ട് ഇവനെ സൂക്ഷിക്കുന്നു എന്നർത്ഥം. 4 വറവൽ ബുഖാരി വമുസ്ലിം റഹിമഹുമുല്ലാഹു അൻ ഇബ്നു അബ്ബാസ് അയ്ളാ, ഇബ്നു അബ്ബാസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, മൻ സവ്വറ സൂറത്തൻ, ആരെങ്കിലും രൂപമുണ്ടാക്കിയാൽ കുല്ലിഫ അൻ യുൻഫഖ ഫീഹ റൂഹ്, അത് റൂഹ് ഊതാൻ വേണ്ടി അവനെ നിർബന്ധിക്കും. വലൈസ ബിനാഫിഖിൻ, അവനാവട്ടെ റൂഹ് ഊതാനൊട്ട് സാധിക്കുകയുമില്ല. വഹാദാ നൗഉൻ ആഖർ മിൻ അദാബിൽ മുസവ്വിർ, ഇത് മുസവ്വിറിന്റെ മറ്റൊരു തരം ശിക്ഷയാണിത്. വമഅനാഹു വാളിഹ് വഹുവ അന്നൽ മുസവ്വിറ തുഹ്ളറു അമാമഹു ജമീഉ സുവരി അല്ലത്തി സവ്വറഹാ ഫി ദുനിയ, ദുനിയാവിൽ അവൻ ഉണ്ടാക്കിയ എല്ലാ രൂപങ്ങളും പരലോകത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടും. ثم يؤمر ينفخ في كل واحد منها الروح, ഇതിലൊക്കെ റൂഹ് എഴുതാൻ വേണ്ടി പറയും. وأنى له ذلك, ഓന് എവിടുന്നാ സാധിക്കുക? കാരണം വറൂഹ മിൻ അംരി റബ്ബി, റൂഹ് പടച്ച റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്, ഇവനെ കൊണ്ട് റൂഹ് എഴുതാൻ പറ്റില്ലല്ലോ, അതിനവനെ കീർത്തിച്ചു കൊണ്ടിരിക്കും. وإنما هذا تعذيب له تعجيز له, ഇതവന് ശിക്ഷയാണ്, അവൻ്റെ കഴിവുകേടിനെ ബോധ്യപ്പെടുത്തലാണ്. لأنه يكلف ما لا يطاق, കഴിയാത്ത കാര്യമാണ് അവനോട് ആവശ്യപ്പെടുന്നത്. فيكون معذبا دائما, അവൻ സ്ഥിരമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. فالحديث يدل على طول تعذيبه وإظهار عجزه أما كان تعاطاه في دنياه من ملاحظة خلق الله, അവൻ ദീർഘമായ കാലം ശിക്ഷിക്കപ്പെടുമെന്ന് ഈ ഹദീസിന് കിട്ടും. കാരണം റൂഹ് താൻ പറയുന്നു, റൂഹ് താൻ കഴിയില്ല, അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവൻ ദീർഘമായ ശിക്ഷയ്ക്ക് വിധേയനാകുന്നു. 5 വറവ മുസ്ലിം റഹിമഹുല്ലാ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അൻ അബുൽ ഹയ്യാജ് ഖാല ഖാല ലി അലി റളിയല്ലാഹു അൻഹു, അബുൽ ഹയ്യാജ് പറയുന്നു, എന്നോട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നെ നിയോഗിച്ച ദൗത്യത്തിന് ഞാൻ നിങ്ങളെ നിയോഗിക്കട്ടെയോ? അല്ലാ തല സൂറത്തൻ ഇല്ലാ തമസ്തഹ വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സബൈത, ഏതൊരു പ്രതിമകളെയും തുടച്ചു നീക്കാതെ വിടാൻ പാടില്ല, ഉയർന്നു നിൽക്കുന്ന ഏത് ഖബറിനെയും നിരപ്പാക്കാതെയും വിടരുത് എന്ന് നബി എന്നെ അയച്ച ദൗത്യമാണ്. ആ ദൗത്യത്തിനായി ഇപ്പോൾ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് എന്നോട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞുവെന്ന് അബുൽ ഹയ്യാജുൽ അസദി റഹിമഹുല്ലാ പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഫഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിലുണ്ട് അൽ അംറു ബിതംസി സുവർ, അത്തരം രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മായ്ച്ചു കളയണം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാവും. വഹുവ തഗ്യീറുഹാ അൻ ഹൈഅതിഹാ ഹത്താ ലാ തബ്ഖ അലാ ഹാലിഹാ അൽ മുശാബിഹതി ലിഖൽഖില്ലാ, അത്തരം പല ചിത്രങ്ങളോ രൂപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ അത് തുടച്ച് ഒഴിവാക്കി ഇല്ലാതാക്കി മാറ്റാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പോട് തുല്യപ്പെടുന്ന വേറെ രൂപം അപ്പുറത്തിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന രീതി പറ്റില്ല. വഫീഹി അംറു ബിഹദ്മിൽ മബാനി അൽ മുഖാമത്തി അലൽ ഖുബൂരി മിൻ ഖിബാബിൻ വമസാജിദ വഗൈരിഹ മിൻ മലാഹിദി വസനിയ്യ, അതോടൊപ്പം ഖബർക്ക് മീതെ ഉണ്ടാക്കപ്പെട്ട ഇടുപ്പുകൾ, കെട്ടിടങ്ങൾ, കുബ്ബകൾ, പള്ളികൾ അതെല്ലാം പൊളിച്ചു മാറ്റണം.
എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കപ്പെടാം. ഫഫീ ഹാദിൽ ഹദീസ് അൽഅംറു ബിൽ ഖളാഇ അലാ വസീലതൈനി മിൻ അക്ബരി വസാഇലി ശിർകി വദാഇഹി മുഫ്ദിയതി ഇലൈഹി. ശിർക്കിന്റെ ഏറ്റവും വലിയ വസീലയിൽപ്പെട്ട 2 വസീല, അത് രണ്ടും ഇല്ലാതാക്കാൻ ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചത്. ഒന്ന് തസ്വീറും, 2 വൽബിനാഉൽ ഖുബൂർ, ഖബറിന്റെ മീതെ എടുപ്പുണ്ടാക്കലും. വഹാദാ വഅംസാലുഹു മിൻ അക്ബരി മസാലിഹിദ്ദീൻ വഹിമായത്തി അഖീദത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ അഖീദ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 5ാമത് പറഞ്ഞ ഹദീസ്, അവസാനത്തെ ഹദീസിൽ 2 വസീലകളെ ഇല്ലാതാക്കലാണ് അവിടെ പറഞ്ഞത്. ഒന്ന് രൂപങ്ങൾ നിർമ്മിക്കുക, 2 ഖബറുകൾ എടുപ്പുണ്ടാക്കുക. ഇത് രണ്ടും ശിർക്കിലേക്കുള്ള പ്രധാനപ്പെട്ട 2 വസീലകളാണ്. ആ 2 വസീലകളെ ഇല്ലാതാക്കുക എന്നതാണ് ഈ ഹദീസിൻ്റെ ആശയം. എന്നാൽ വഖദ് കസറ ഫീ സമാനിനാ ഹാദാ, നമ്മുടെ ഈ കാലത്ത് വ്യാപകമായിരിക്കുന്നു അത്തസ്വീറു വസ്തിഅമാലുഹു, രൂപങ്ങൾ ഉണ്ടാക്കലും അത് ഉപയോഗിക്കലും, വലസ്ബുസ്സുവരി ബിതഅലീഖിഹാ വൽഇഹ്തിഫാദി ബിസ്സുവരി തിദ്കാരിയ, ഈ രൂപങ്ങളൊക്കെ നാട്ടിവെക്കുക, അതെവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടുക, അതേപോലെ ഓർമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുള്ള ഫോട്ടോകൾ സൂക്ഷിക്കുക, ഇതെല്ലാം ഇന്ന് വ്യാപകമാണ്. തിദ്കാരിയ, സ്മാരക ചിത്രങ്ങൾ, അത് സംരക്ഷിക്കുക, ഓർമ്മയ്ക്ക് വേണ്ടി സ്മരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിമകൾ, ചിത്രങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ഇന്ന് വ്യാപകമാണ്. വക്കസുറ ഐദൻ ഫീ ഹാദ സമാൻ അൽ ബിനാഉ വൽ ഖുബൂർ. ഹദീസ് 2ാമത്തെ കാര്യം ഖബർ എടുപ്പുണ്ടാക്കുക, അതും വ്യാപകമാണ്. ഈ ഹദീസ് 2 കാര്യം പാടില്ല എന്ന് പറഞ്ഞു, അത് രണ്ടും ഇന്ന് വ്യാപകം. ഒന്ന് രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അത് വ്യാപകമായി ഉണ്ടാക്കുന്നു. 2 ഖബറും എടുപ്പുണ്ടാക്കാൻ പാടില്ല, അതും വ്യാപകമായി ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല ഹത്താ സ്വറ ദാലിക അംറൻ മഅ്ലൂഫ, അതൊക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമായി മാറിക്കഴിഞ്ഞു. അതിപ്പോൾ എതിർക്കാൻ തന്നെ വകുപ്പില്ലാത്ത രൂപത്തിൽ അതിൽ എല്ലാവരും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു. വദാലിക ബിസബബി ഖുർബത്തിദ്ദീൻ, കാരണം ദീന് ഗരീബായി മാറുകയാണ്. മതം ഗരീബാവുന്നതാണ് ഈ ഇസ്ലാം. ബദൽ ഇസ്ലാം ഗരീബൻ വസിയഉദു കമാ ബദഅ ഗരീബ, ആ ഗുർബത്താണ് വരുന്നത്. വഖഫാഇ സുനൻ, സുന്നത്തുകൾ ഇന്ന് ഗോപ്യമായി പോകുന്നു. വളുഹൂരിൽ ബിദ്അഇ, ബിദ്അത്തുകൾ വ്യാപകമാകുന്നു. വസുകൂതി കസീറൻ മിനൽ ഉലമാഇ, ധാരാളം പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പറഞ്ഞു കൊടുക്കുന്നില്ല. വസ്തിസ്ലാമിഹിം ലിൽ അംരിൽ വാഖിഇ, എന്താണോ നടക്കുന്നത് അതിനോട് പണ്ഡിതന്മാർ അംഗീകാരം നൽകുന്നു. ഒരു എതിർക്കില്ല, ഇത് ശരിയല്ല എന്നും പറയില്ല. എല്ലാവരും ചെയ്യുന്നത് എന്താണോ നബിയായിക്കോട്ടെ, അതിന് മൗനം പാലിച്ച് സമ്മതം കൊടുക്കുന്നു. ഹത്താ അസ്ബഹൽ മഅറൂഫ് മുൻകറ വൽ മുൻകർ മഅറൂഫ ഫീ ഗാലിബിൽ ബുൽദാൻ, അധിക നാടുകളിലും സദാചാരങ്ങൾ ദുരാചാരങ്ങളായി മാറുകയും ദുരാചാരങ്ങൾ സദാചാരങ്ങളായി മാറുകയും ചെയ്തിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇതാണ് മൊത്തം അവസ്ഥ. അത് വ്യാപകമാണ്. അത് എതിർക്കാണെന്ന് പറ്റി എതിർത്താൻ പിന്നെ ഓൻ കുറച്ച് ഓവറാണ്, ഓൻ കുറച്ച് തീവ്രതയാണ് എന്നിടത്തേക്കാണ് പിന്നെ കാര്യങ്ങൾ പോവുക. ഫൽ വാജിബു, നമ്മുടെ ബാധ്യത അത്തംബീഹു വന്നസീഹത്തു ലില്ലാഹി വലികിതാബിഹി വലിനബിയിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. അള്ളാഹുവിനോട് നസീഹത്ത് കാണിക്കുക, റബ്ബിൻ്റെ കിതാബിനോട് നസീഹത്ത് കാണിക്കുക, നബിയോട് നസീഹത്ത് കാണിക്കുക, മുസ്ലിം നേതാക്കന്മാരോടും മുസ്ലിം സാധാരണക്കാരോടും നസീഹത്ത് കാണിക്കുക, അത് ബാധ്യതയാണ്. ഖുസൂസൻ വഅന്ന ദുആഅത്തൽ ളലാലി വൽ മുറവ്വിജീന ലിൽ ബാത്തിലി കസീറൂന, വിശിഷ്യ വഴികേടിലേക്ക് ക്ഷണിക്കുന്നവരും ബാത്തിലിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇന്ന് ധാരാളമായി വരുമ്പോൾ പ്രത്യേകിച്ചും ഈ ബാധ്യത നമ്മൾ നിർവഹിക്കണം. ഫലാ ബുദ്ദ മിൻ കശ്ഫി സൈഫിഹിം വറദ്ദി ളലാലിഹിം വതബ്സീരി മുസ്ലിമീന ബിശർരിഹിം ഹത്താ യുഹദ്ദിറൂഹും. ഇവരുടെ വഴികേടുകളെ എല്ലാം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലും അതിനെയെല്ലാം ഖണ്ഡിക്കലും അതേപോലെ മുസ്ലിമീങ്ങൾക്ക് ഇവരെ ഷർറിനെ പറ്റി കൃത്യമായ ദിശാബോധം നൽകലും ഒക്കെ ഇന്ന് കൂടുതൽ ബാധ്യതയാണ്. വഫഖല്ലാഹുൽ മുസ്ലിമീന ലിൽ അമലി ബികിതാബിഹി വസുന്നത്തി റസൂലിഹി, കിതാബ് സുന്നത്ത് പ്രകാരം അമൽ ചെയ്യാൻ അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് ഷെയ്ഖ് പ്രത്യേകമായി ദുആ ചെയ്യുക. അപ്പോൾ ഒരു ഹദീസിൽ പാടില്ല എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഉണ്ട്. ഈ പറയപ്പെട്ട ഹദീസൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഇത്ര ഗൗരവത്തിലാണ് നബി തങ്ങൾ ഓരോ കാര്യങ്ങൾ വിലക്കിയത്. ഇന്നത് വിലക്കപ്പെട്ട കാര്യമാണ് എന്ന് പോലും അറിയില്ല. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഈ വിലക്കപ്പെട്ട കാര്യം ഇത് വിലക്കപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞോൻ പോലും എന്തോ വലിയ കുഴപ്പക്കാരനായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇനി ഇത്തരം ശിർക്ക് ചെയ്യുന്ന ആളുകൾ കൊണ്ടുവരുന്ന അവിടെ ന്യായങ്ങളും ആ ന്യായങ്ങൾക്കുള്ള ഖണ്ഡനവുമാണ്. ഈ വക ശിർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് പല ന്യായവും പറയും. അതിനുള്ള ആ ഓരോ ന്യായം നിരത്തുകയും
അതിന് ശേഖം മറുപടി പറയുകയും ചെയ്യുന്നു. കൂടെ ഇന്നഹു ബിസബബി റുവാജി ശുബഹി والحكايات التي ضل بها أكثر الناس وعدوها أدلة يستندون إليها في تبرير ضلالتهم وشركهم استمرأوا ما هم عليه فكان لا بد من كشف زيفها وبيان بطلانها. ഇത്തരം ഈ ശിർക്കിൻ്റെ ഒക്കെ പ്രചാരകന്മാർ ധാരാളമായി കഥകളും മറ്റും മുദ്രിക്കുക വഴി ഭൂരിപക്ഷം ആളുകളും പോകാൻ കാരണമാകുന്നുണ്ട്. അതൊക്കെ വലിയ തെളിവാണ് എന്ന് ആളുകൾ വിചാരിക്കുന്നു. അള്ളാഹുവിനെ തേടാൻ, ഖബറിൽ പോയി പ്രാർത്ഥിക്കാൻ, ഖബറാളിയെ വിളിക്കാൻ ഇവർ കുറേ കഥകൾ പറയും. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നതൊക്കെ അത് തെളിവാണ്. അങ്ങനെ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഖുർആന്റെ പ്രയോഗമാണിത്. പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഈ ചോദിച്ചാൽ നശിക്കുകയാണെങ്കിൽ ഓൻ തെളിവ് കണ്ട് നശിച്ചോട്ടെ, അല്ല ഒരുത്തർ രക്ഷപ്പെട്ടു പോരുകയാണെങ്കിലോ തെളിവ് കണ്ടിട്ടോ രക്ഷപ്പെട്ടു പോരട്ടെ. ഖുർആൻ പറഞ്ഞ പ്രയോഗമാണ്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ടല്ല അർത്ഥം. ഇത് പറഞ്ഞാൽ എല്ലാവരും നന്നാവോ? ഇല്ല. എന്നാലും ഓൻ ബോധ്യപ്പെട്ടിട്ട് പിന്നെയും പഴിച്ചു പോവുകയാണെങ്കിൽ ഓൻ ബോധ്യപ്പെട്ടിട്ട് പോയിക്കോട്ടെ എന്ന നിലക്കാണ് പറയുന്നത്. വഹാദിഹി ശുബഹു മിൻഹാ മാ ഹുവ ഖദീമുൻ അദ്ലാ ബിഹിൽ മുശ്രികൂന മിൻ ഉമമി സാബിഖതി. ഈ ഇവർ കൊണ്ടുവരുന്ന ദുർന്യായങ്ങൾ അത് പലതും ചിലതൊക്കെ ആദ്യകാല മുശ്രിക്കുകൾ മുതൽ പറഞ്ഞു പോകുന്ന ന്യായങ്ങളാണ്. മറ്റു ചിലതോ ഒമിൻഹുമാ അദ്ലാ ബിഹി മുശ്രികു ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ കൊണ്ടുവരുന്ന ദുർന്യായങ്ങളുമുണ്ട്. മുൻപുള്ളവർ പറഞ്ഞ ശുബ്ഹാത്തുണ്ട്, ഇന്നുള്ളവർ പറയുന്ന ശുബ്ഹാത്തുമുണ്ട്. ഒമിൻ ഹാദിഹി ശുബ്ഹ, അതിൽപ്പെട്ട ഒന്ന് ശുബ്ഹത്തു തകൂനു മുസ്തരകതൻ ബൈന തവാഇഫിൽ മുശ്രിക്കീന ഫീ മുഖ്തലിഫിൽ ഉമം. വ്യത്യസ്ത സമുദായങ്ങളിലെ ശിർക്ക് ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരും പൊതുവായി പറഞ്ഞ ന്യായമുണ്ട്. ഏത് ജാതി ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശിർക്കിൻ്റെ അഹ്ലുകാർ പൊതുവെ പറയുന്ന ന്യായം അതെന്താ? വഹിയ ശുബ്ഹത്തുൽ ഇഹ്തിജാജി ബിമാ കാന ആബാഉൽ അജ്ദാദ്. പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ഒക്കെ ഇങ്ങനെയായിരുന്നു, അത് തെളിവായി പിടിക്കാം. അത് മുസ്ലിമീങ്ങൾ മാത്രം പറഞ്ഞ ന്യായമല്ല. അല്ലാത്ത ബഹുദൈവ ആരാധന സ്വീകരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ പറയുന്ന ന്യായമാണ്. ഞങ്ങൾ പൂർവികന്മാരൊക്കെ ഈ വഴിക്കാണ് പോകുന്നത്. ഈ വിശ്വാസം ഞങ്ങൾക്ക് ഇങ്ങനെ തലമുറ തലമുറ കൈമാറി കൈമാറി കിട്ടിയതാണ് എന്നാണ് അവർ പറയുക. കമാ ഖാല അല്ലാഹു തആല അൻഹും വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക മിൻ ഖറിയത്തിൻ മിൻ നദീർ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മ വഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ. അല്ലാഹു തആല പറഞ്ഞു, ഏത് നാട്ടിലേക്ക് നാം റസൂലുമാരെ പറഞ്ഞയച്ചാലും അവിടെയുള്ള ആളുകൾ പറയാതിരുന്നിട്ടില്ല ഞങ്ങളെ പിതാക്കന്മാരൊക്കെ ഈ വഴിയിലാണ് കണ്ടത്, ഞങ്ങൾ ആ വഴിക്ക് മാത്രം പോവുകയാണ് എന്ന് പറയാത്ത ഒരു നാടും ഉണ്ടായിട്ടില്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുഖ്റുഫിൽ പറയുന്നു. അപ്പോൾ ലോകത്ത് വന്ന എല്ലാ റസൂലുമാരോടും ആ നാട്ടുകാർ മൊത്തം പറഞ്ഞ ഒരു ന്യായമാണ്, ഞങ്ങളെ വാപ്പാരും വല്ലിപ്പാരൊക്കെ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്കത് മതി, ഞാൻ അപ്പുറത്ത് വേണമെന്ന് ആവശ്യമില്ല. വഹാദിഹി ഹുജ്ജത്തുൻ യൽജഉ ഇലൈഹാ മൻ യഅ്ജിസു അൻ ഇഖാമത്തി ദലീലി അലാ ദഅവാഹു. തൻ്റെ വാദം സ്ഥാപിക്കാൻ തെളിവില്ലാതാകുമ്പോൾ പറയുന്ന ന്യായമാണ് ഈ ന്യായം. വാൻ പറഞ്ഞത് ശരിയായി സ്ഥാപിക്കാൻ കഴിയൂല. അപ്പം പിന്നെ അവസാനത്തെ പണി എന്താണ്? എൻ്റെ വാപ്പാരായിരുന്നു, എൻ്റെ വല്യപ്പാരായിരുന്നു, ഓലൊക്കെ പഴിച്ചതാ, ഇത് എളുപ്പമുണ്ട്. ഓൻ ചെയ്യുന്ന പണി അതാണ് ശരി സ്ഥാപിക്കാൻ കഴിയാതാകുമ്പോൾ വേഗം മുൻഗാമികളെ കൂട്ടിപ്പിടിക്കുക. അതൊരു ഒന്നുമല്ലാത്തൊരു ന്യായമാണ്. അതെവിടെയും ചർച്ചകളിൽ സംവാദങ്ങളിൽ നിലനിൽക്കാവുന്ന ഒന്നല്ല. കാരണം ഈ വാപ്പാരൊക്കെ നേരായ വഴിയിലായിരുന്നുവോ? അല്ല. പിന്നെന്താ പറയാൻ പറയുന്നത്? ഒരിക്കൽ നല്ല മനുഷ്യന്മാരാണ് പറയാമായിരുന്നു. ഈ വാപ്പന്മാർക്ക് നേർവഴിയിലായിരുന്നുവോ? ഒരിക്കലുമല്ല. ഒരു പഴച്ച മാർഗത്തിൽ പോണ ഒരു തലമുറയെ ഒരിക്കലും പിൻപറ്റാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. അല്ലാഹ് പറഞ്ഞു, ഞങ്ങളെ വാപ്പമാരെ വഴിയാണ് പറഞ്ഞപ്പോൾ ആ വാപ്പമാർ സ്വീകരിച്ചതിനേക്കാളും നല്ല വഴി ഞാൻ കൊണ്ടെന്നാൽ എന്നാലും നിങ്ങൾക്ക് വേണ്ട എന്നാണോ എന്ന് പ്രവാചകന്മാർ ചോദിച്ചു. പൂർവികന്മാർ വിവരമില്ലാത്തവരും നിർമാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും നിങ്ങൾ ആ മാർഗം സ്വീകരിക്കുകയാണോ എന്ന് മറ്റു സ്ഥലത്ത് ചോദിച്ചു. അവർ ചിന്തിക്കാത്തവരും നിർമാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും ആ മാർഗം സ്വീകരിക്കുകയാണോ എന്നും അല്ലാഹു തആല ചോദിക്കുന്നു. അപ്പോൾ പൂർവികന്മാരെ പിൻപറ്റാനല്ല അല്ലാഹ് പറഞ്ഞത്.
പിന്നെ എപ്പോഴാണ് പൂർവികന്മാരെ പിൻപറ്റാൻ പ്രോത്സാഹിപ്പിച്ചത്? ഇതാക്കാനു അല ഹക്കിൻ, അവർ ഹക്കിലാണെങ്കിൽ, പൂർവികന്മാർ ഹക്കിലാണെങ്കിൽ നമുക്ക് അവരെ പിൻപറ്റാം. അത് പൂർവികന്മാർ ചെയ്തുകൊണ്ടല്ല, ഹക്കായതുകൊണ്ടാണ്. ഒരു ബാത്തിലാണെങ്കിലോ പിൻപറ്റാൻ കൽപ്പനയില്ല. അള്ളാഹ് പറഞ്ഞു യൂസുഫ് നബിയെ പറ്റി പറഞ്ഞപ്പോൾ ഒത്തബഅ്തുമില്ലത ആബാഇ ഇബ്രാഹിം വ ഇസ്ഹാഖ് വ യഅഖൂബ്. കണ്ടോ, ഞാൻ പിൻപറ്റുന്നത് മില്ലത്ത ആബാഇ, എൻ്റെ പിതാക്കന്മാരുടെ മാർഗമാണ്. അതായത് ഇബ്രാഹിം വ ഇസ്ഹാഖ വ യഅഖൂബ, ഇവരൊക്കെ വഴിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതെന്താ? മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈഇൻ, ഞങ്ങൾക്കാർക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് യോജിച്ചതല്ല. അതുകൊണ്ട് ആ വഴിക്കാണ് ഞാനും ഉള്ളത്. അപ്പോൾ യൂസുഫ് നബി പറഞ്ഞത് എന്താണ്? എൻ്റെ വാപ്പാനും വല്യപ്പാനും ഇങ്ങനെയാണ്. അപ്പോൾ അത് പറ്റും എവിടെ? അവൻ നേരായ വഴിയിലാണെങ്കിൽ. വല്ലദീന ആമനൂ വത്തബഅതും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും. സൂറത്തുൽ അല്ലാഹ് പറഞ്ഞു, ഈമാൻ സ്വീകരിച്ച ആളുകൾ ആ ഈമാനിൽ തങ്ങളുടെ മക്കൾ കൂടി പിന്തുടർന്നാൽ നാം അവരെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. അപ്പോൾ വാപ്പാനെ പിൻപറ്റാൻ പറഞ്ഞ മക്കളോട് എവിടെ? വല്ലദീന ആമനൂ, ഈമാൻ സ്വീകരിക്കുക, ആ ഈമാനിൽ പിൻപറ്റുക. അല്ല വാപ്പ ചെയ്തെല്ലാം പിൻപറ്റുന്നതല്ല. വത്തബഅതും ദുർരിയ്യത്തുഹും ബിഈമാനിൻ, ഈമാനിൽ അവരെ പിൻപറ്റുകയും ചെയ്താൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത, അവരെ സന്താനങ്ങളെ നാം കൂട്ടിച്ചേർത്തി കൊടുക്കും. അപ്പോൾ വാപ്പമാരെ പിൻപറ്റുക എന്നുള്ളത് അത് നേരായ വഴിക്കാണെങ്കിൽ സ്തുത്യർഹമാണ്. അല്ലാതെ വാപ്പാട് ചെയ്തൊക്കെ ചെയ്യുക എന്നുള്ളത് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. വശുബ്ഹത്തുൽ ഇഹ്തിയാജ് ബിമാ കാന ഫീ ആബാഉല്ലാഹ് മുതഗൽഗിലത്തുൻ ഫീ നുഫൂസിൽ മുശ്രിക്കീന യുഖാബിലുന ബിഹാ ദഅവാത്തുൽ അംബിയാ അലൈഹിം സ്വല്ലല്ലാഹു വസ്സലാം. ഈ ന്യായം ഇത്തരം ആളുകളുടെ മനസ്സിൽ പൂണ്ടുപിടിച്ച ന്യായമാണ്. വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിനെതിരായി അവർ പറഞ്ഞ ന്യായവും അതാണ്. ഉദാഹരണമായി നൂഹ് നബിയുടെ സമുദായം പറഞ്ഞു, അവിടെ നൂഹ് നബി ഇസ്ലാം പറഞ്ഞു യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞ് നൂഹ് നബിയുടെ ആ ദഅവത്ത് അത് പറഞ്ഞപ്പോൾ അവരുടെ ന്യായം ആ ആയത്തിന് അവസാനം കാണാം, മാ സമീനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, ഞങ്ങളെ പൂർവികന്മാരും ഇത് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് അവർ നൂഹ് നബിക്കെതിരായി പറഞ്ഞത്. അപ്പം നൂഹ് ഒന്നാമത്തെ റസൂലിനെതിരെ പറഞ്ഞ ന്യായം എന്താണ്? ഞങ്ങളെ വാപ്പാലെ വഴി ഇതല്ല. ഫജഅലു മാ അലൈഹി ആബാഉഹും ഹുജ്ജതൻ യുആരിദൂന ബിഹാ മാ ജാഅഹും ബിഹി നബിയുഹും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. പിതാക്കന്മാരുടെ മാർഗം വെച്ചുകൊണ്ട് അമ്പിയാക്കളുടെ മാർഗത്തെ എതിർക്കാനാണ് അവർ ശ്രമിച്ചത്. വഖൗമു സ്വാലിഹിൻ യഖൂലൂൻ, സ്വാലിഹ് നബിയുടെ ഖൗമ് പറയുന്നു, അതൻഹാന അൻ നഅബ്ദ മാ യഅബ്ദു ആബാഉന, ഞങ്ങളെ വാപ്പമാരൊക്കെ ആരാധിച്ചതിനെ ആരാധിക്കാൻ പാടില്ല എന്നാണോ നീ പറയുന്നത് എന്ന് സ്വാലിഹ് നബിയോട് അവർ ചോദിച്ചു. വഖൗമു ഇബ്രാഹിം യഖൂലൂന ലഹ, ഇബ്രാഹിം നബിയുടെ ഖൗമും ചോദിച്ചു, ബൽ വജദ്നാ ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങളെ വാപ്പമാരൊക്കെ ഇങ്ങനെയാണോ ചെയ്തത് എന്ന് അവർ ഇബ്രാഹിം നബിയോട് പറഞ്ഞു. വഫിർഔൻ യഖൂലു മൂസ അലൈഹിസ്സലാം, ഫിർഔൻ പറഞ്ഞു, ഫമാ ബാദുൽ ഖുറൂനിൽ ഊലാ, മൂസ നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞു പോയ തലമുറയൊക്കെ അവസ്ഥ എന്താ എന്ന് ഫിർഔൻ ചോദിച്ചിട്ടുണ്ട്. വമുശ്രിക്കു അൽ അറബി യഖൂലൂൻ ലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി വന്നിട്ട് അവരോട് പറഞ്ഞു ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്താ? മാ സമഇനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖ്, കഴിഞ്ഞു പോയ തലമുറയിൽ ഞങ്ങളിത് കേട്ടിട്ടില്ല, ഇത് പുതിയ കെട്ടുണ്ടാക്കി പറയുകയാകുന്നു എന്നാണ് അവർ. അപ്പം നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇങ്ങോട്ട് എല്ലാ റസൂലുമാരോടും ആ ഖൗമ് പറഞ്ഞ ദുർന്യായമായിരുന്നു, ഞങ്ങളെ പൂർവികന്മാർ ഞങ്ങളെ പിതാക്കന്മാരൊക്കെ എങ്ങനെയാണ്, ഞങ്ങൾക്ക് അത് മതി. അപ്പം ആ ന്യായം പറഞ്ഞിട്ട് ശിർക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല, അത് ന്യായവുമില്ല. അതാണ് ഒന്നാമത്തെ ദുർന്യായം. ഇനി രണ്ടാമത്തെ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് എടുക്കാം. രണ്ടാമത്തെ ന്യായം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി സ്വർഗത്ത് പോകുന്നുണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന ന്യായം പറയും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഏതാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായും പാലിക്കേണ്ട അഖീദയും ബാധ്യതയും ഒക്കെയാണ് ഈ കിതാബിലൂടെ നമ്മൾ കണ്ടുപോകുന്നത്. പടച്ചറബ് ഇതെല്ലാം ജീവിതത്തിൽ അമലാക്കി മാറ്റാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.